ദീർഘിപ്പിക്കാതെ ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളുടെ ധ്യാനത്തിനായി ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയ വേദഭാഗം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യമാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. നമുക്ക് ആ വാക്യം വായിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് ഈ വരും ദിവസങ്ങളിൽ വരുന്ന സെഷനുകളിൽ നമുക്ക് ആ വേദഭാഗത്തിൽ കൂടെ സഞ്ചരിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹത്വപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുന്നത് ഏതാണ്ട് AD 61 അന്ന് താൻ റോമ കാരാഗ്രഹത്തിലാണ്. ആ റോമ കാരാഗ്രഹത്തിൽ നിന്ന് താൻ എഴുതുന്നതായ ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകത്തില്ല, പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോൾ എന്ന പോലെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളുവെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ തൻ്റെ ചുറ്റുപാടുകൾ എന്താണെന്നല്ല താൻ പറയുന്നത്, തൻ്റെ മനോനില എന്താണ്, തൻ്റെ എക്സ്പ്രഷൻസ്, തൻ്റെ ഇമോഷൻസ്, തൻ്റെ ഫീലിംഗ്, ഈ പ്രതിസന്ധിയോടുള്ള തൻ്റെ പ്രതികരണം എന്താണെന്നാണ് താൻ ഇവിടെ പറയുന്നത്. പ്രതിസന്ധിയുടെ ആഴമല്ല, അതിലുപരിയായി തൻ്റെ മനോനില, ഈ പ്രതിസന്ധികളോട് താൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് താൻ അവിടെ പറയുന്നത്. അതിനകത്ത് തൻ്റെ ഇമോഷണൽ സ്റ്റാറ്റസിന്റെ 4 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ക്രിമിനലുകളോടുകൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നാലും എനിക്ക് ആ വിഷയത്തിൽ ഒരു ലജ്ജയില്ല. ആര് ഏത് വിധത്തിൽ എന്നെ ആക്ഷേപിച്ചാലും എൻ്റെ മനോനില ഒരു ഇൻഫീരിയർ അവസ്ഥയിലേക്ക്, ഒരു ലജ്ജയിലേക്ക്, ഒരു നിന്ദയിലേക്ക്, ഒരു അപമാനത്തിലേക്ക് എൻ്റെ മനസ്സിനെ തള്ളിയിടാൻ, ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു ലജ്ജ അവസ്ഥയിലേക്ക് ഞാൻ താണുപോകത്തില്ല. രണ്ടാമതായി അദ്ദേഹം പറയുകയാണ്, ഞാൻ ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല, എനിക്കെതിരെ ആരൊക്കെ നിന്ന് എന്തൊക്കെ ചെയ്താലും അതെന്റെ മനോവീര്യത്തെ കെടുത്തുകയില്ല. മാത്രമല്ല, ഞാൻ പൂർണ്ണ ധൈര്യത്തിനകത്ത്, എൻ്റെ ധൈര്യത്തിന്റെ ലെവലിൽ ഒരു പോയിന്റ് പോലും കുറയാതെ ഞാൻ പൂർണ്ണ ധൈര്യം പൂണ്ട്. അടുത്തതായിട്ട് താൻ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ താൻ 4 കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി ഈ വേലക്കിറങ്ങി ഈ ദൈവപ്രവർത്തിക്ക് ചുമൽ കൊടുത്തതിൽ എനിക്ക് നാണം കേട് തോന്നുന്നില്ല. ആരൊക്കെ പരിഹസിച്ചാലും എനിക്കൊരു നാണവും തോന്നില്ല, ഞാൻ ആയിരിക്കുന്ന ദൈവകൃപയ്ക്കകത്ത് നിൽക്കുമ്പോൾ. 2, താൻ പറയുകയാണ്, ഈ പ്രതിസന്ധികൾ എൻ്റെ മനോവീര്യത്തെ കെടുത്തിയിട്ടില്ല, ഞാൻ ധൈര്യത്തോടുകൂടെ നിൽക്കുകയാണ്. 3-4 ഭാഗങ്ങൾ താൻ പറയുകയാണ്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ആശങ്കപ്പെടുകയല്ല, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആവർത്തിക്കട്ടെ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ആശങ്കപ്പെടുകയല്ല, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ പ്രതീക്ഷകളെ വെച്ച് പുലർത്തുകയാണ്. 4-മതായി പറയുകയാണ്, ഈ പ്രതിസന്ധികളിൽ ഞാൻ നിരാശപ്പെടുകയല്ല, പ്രത്യാശിക്കുകയാണ്. ആമേൻ. നിന്ദിക്കപ്പെടുകയല്ല, ഞാൻ ധൈര്യപ്പെടുകയാണ്. ആമേൻ. നിരാശപ്പെടുകയല്ല, ഞാൻ പ്രത്യാശിക്കുകയാണ്. ആശങ്കപ്പെടുകയല്ല, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും? ആ പ്രതീക്ഷയും പ്രത്യാശയും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്: ക്രിസ്തു എൻ്റെ ശരീരത്തിൽ. ക്രിസ്തു എൻ്റെ ശരീരത്തിൽ. പറഞ്ഞേ, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ. അന്നേരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ. പൗലോസ് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എന്ന് പറയുന്ന ഈ വേദഭാഗത്തെ നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാം. ക്രിസ്തു എൻ്റെ ശരീരത്തിൽ, ക്രിസ്തു എൻ്റെ കുടുംബത്തിൽ, ക്രിസ്തു എൻ്റെ കുഞ്ഞുങ്ങളിൽ, ക്രിസ്തു എൻ്റെ സ്ഥാപനത്തിൽ, ക്രിസ്തു എൻ്റെ പ്രൊഫഷണൽ ഏരിയയിൽ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ മുഴുവനും ക്രിസ്തു എന്നിൽ എന്ത് ചെയ്യുകയുള്ളൂ? മഹിമപ്പെടുകയുള്ളൂ. ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ദൈവനാമം ദുഷിക്കപ്പെടുകയില്ല, പകരം ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയേ ഉള്ളൂ. പക്ഷേ പൗലോസ് ഇതിനകത്ത് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? എപ്പോഴും എന്ന പോലെ ഇപ്പോഴും അവൻ മഹിമപ്പെടും.
മഹിമപ്പെടുകയുള്ളൂ. എപ്പോഴും എന്ന പോലെ ഇപ്പോഴും അവൻ മഹിമപ്പെടുകയുള്ളൂ. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ. എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. ഈ ഒരു വാക്കിന് ഭയങ്കരമായ കോണ്ടെക്സ്ച്വൽ പ്രാധാന്യം, അതിൻ്റെ ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രാധാന്യം അതിനകത്ത് കിടപ്പുണ്ട്. കാരണം അദ്ദേഹം ഇത് എഴുതുന്നത് ആരോടാണെന്നറിയാമോ? ഫിലിപ്പിയിലുള്ള ദൈവസഭയുടെ അടുക്കലാണ് എഴുതുന്നത്. ഇത് എഴുതുന്നത് AD 61 ഈ AD 61 ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫിലിപ്പിയിലെ സഭ സ്ഥാപിക്കപ്പെടുന്നത്. ആസിയയ്ക്കും ബിഥുന്യയ്ക്കും മൂസിയയ്ക്കും പോകുവാൻ തക്കവണ്ണം പരിശ്രമങ്ങളെ ചെയ്യുന്ന പൗലോസിന്റെ അടുക്കൽ അതല്ല വേറെ ഒരു വഴിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ആത്മനിയോഗത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ തൻ്റെ ദർശനത്തിൽ മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് നീ ഞങ്ങളെ സഹായിക്ക എന്ന് പറഞ്ഞ ആ മക്കദോന്യ വിളിയെ അനുസരിച്ച് ശുശ്രൂഷയുടെ മിഷനറി യാത്രയുടെ 2ാം മിഷനറി പാദത്തിൽ യാത്ര പുറപ്പെട്ട് ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസ് കടന്നു ചെന്നു. ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസ് കടന്നു ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി യജമാനന്മാർക്ക് ലാഭം വരുത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ, ഒരു ബാല്യക്കാരത്തിയെ പൗലോസ് കണ്ടോ. അവളുടെ അകത്ത് കിടക്കുന്ന ഡിവിനേഷൻ സ്പിരിറ്റിനെ, അവളുടെ അകത്ത് കിടക്കുന്ന വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനെ പൗലോസ് തിരിഞ്ഞു നിന്ന് ശാസിക്കുമ്പോൾ പട്ടണത്തെ അവർക്ക് നേരെ കലക്കി അവരെ ചന്തസ്ഥലത്ത് കൊണ്ടുപോയി കോൽ കൊണ്ടടിച്ച് വസ്ത്രം പറിച്ചുരിഞ്ഞ് റോഡിൽ കൂടെ വലിച്ചഴിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടോ. ആ കാരാഗ്രഹത്തിലേക്ക് കടന്നുപോയ പൗലോസ്, ഇത് ഏതാണ്ട് AD 49, 48 കാലങ്ങളിലാണ് നടക്കുന്നത്. AD 48-49 കാലങ്ങളിൽ ഫിലിപ്പിയ സഭ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവർ കണ്ട ഒരു കാഴ്ചയുണ്ട്. ജയിലിലേക്ക് കൊണ്ടുപോയി അടയ്ക്കപ്പെട്ട പൗലോസ്, ആമേൻ, പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കൂടെയുള്ള ശീലാസിന്റെ കൂടെ രാത്രിയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്ന് ആ ജയിലറെ സ്നാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിലിപ്പിയ സഭ ആരംഭിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. കാരാഗ്രഹത്തിൽ കയറിയ പൗലോസ്, ആമേൻ, ഒരു രാത്രി അതിനകത്ത് മുഴിപ്പിക്കാതെ എന്ത് ചെയ്തെന്നറിയാമോ? പ്രാർത്ഥിച്ച അർദ്ധരാത്രിയിൽ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് പിറ്റേന്ന് ആ കാരാഗ്രഹ പ്രമാണിയെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തത്തക്കവണ്ണം ഫിലിപ്പിയ സഭ ആരംഭിച്ച മനുഷ്യനാണ് ഈ പൗലോസ്. പക്ഷെ ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ് ഫിലിപ്പിയയിൽ നിന്ന് ഒരാൾ പൗലോസിന് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന് കാശും കുറച്ച് സാധനവും കൊടുത്തു വിട്ടിട്ട് അതിൻ്റെ നന്ദിയായിട്ടൊരു കത്താണ് ഏത്? ഈ ഫിലിപ്പിയ ലേഖനം. ആമേൻ. ഇത് നമ്മളുടെ സഭയിലാണ് നടന്നിരുന്നതെങ്കിൽ, നമ്മളുടെ ഇടയിലാണ് നടന്നിരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ആ പാസ്റ്റർക്ക് ഭയങ്കര പവറായിരുന്നോ, പുള്ളിയെ ജയിലിലടച്ച് അന്ന് രാത്രി പുള്ളിക്കാരൻ ഇപ്പം എന്ത് ചെയ്തെന്നറിയാമോ? അന്ന് രാത്രി പുള്ളി പ്രാർത്ഥിച്ച് ജയില് തുറന്നു. പക്ഷെ ഇപ്പം ആള് പിന്നെയും ജയിലിലാണ്. പഴയതുപോലെ അച്ചായൻ്റെ പ്രാർത്ഥന ഏൽക്കുന്നില്ല. ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കാശ് അയച്ചു കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? അദ്ദേഹത്തിന് അവിടെ സർവൈവ് ചെയ്യുവാൻ. പക്ഷെ പൗലോസ് പറയുകയാണ്, 12 വർഷങ്ങൾക്ക് മുമ്പ് അർദ്ധരാത്രി ഞാൻ പ്രാർത്ഥിച്ച് കാരാഗ്രഹം തുറന്നതുപോലെ ഈ കാരാഗ്രഹം ഞാനിപ്പോൾ മാസങ്ങളായി ഇതിനകത്ത് കിടന്ന് പ്രാർത്ഥിച്ചിട്ടും തുറക്കുന്നില്ലെങ്കിലും, ഞാൻ ആരാധിച്ചിട്ടും തുറക്കുന്നില്ലെങ്കിലോ, ഞാൻ ഇവിടെ കിടന്നിട്ട് ഇവിടുത്തെ ജയിലറെ അല്ല കൂടെയുള്ള തടവ് പുള്ളിയെ പോലെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. 12 വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ നിന്ന് അർദ്ധരാത്രിക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി കാരാഗ്രഹം തുറന്നതുപോലെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിക്കകത്തു നിന്നും ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. അത് ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, ഇതിന്റെ റിസൾട്ട് ദൈവം മഹത്വപ്പെടുത്തേ ഉള്ളൂ. ഞാൻ ഇനിയും അതിന്റെ വെളിപ്പാടിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്നലകളിൽ എവിടെയൊക്കെയോ നീ പ്രാർത്ഥിച്ച് പായ ചുരുട്ടുന്നതിന് മുമ്പേ മറുപടി വെളിപ്പെടുമായിരുന്നോ? നീ ഉപവാസം ഇരുന്നാൽ ഉപവാസം കഴിഞ്ഞ് കഞ്ഞി കുടിക്കുന്നതിന് മുൻപേ നിനക്ക് റിസൾട്ട് വരുമായിരുന്നോ? പക്ഷെ ഇന്നിന്റെ പ്രതിസന്ധിയിൽ നീ എത്ര ഉപവസിച്ചിട്ടും, എത്ര രാത്രികൾ ഉണർന്നിരുന്നിട്ടോ, എത്ര നിലമ്പാട് വീണ് നിലവിളിച്ചിട്ടോ കാര്യങ്ങൾ ചലിക്കാതെ വരുമ്പോൾ
എവിടെയോ നിരാശയുടെ ഇരുട്ട്, എവിടെയോ ഭയത്തിന്റെ ഇരുട്ട്, നിന്റെ വിശുദ്ധി കുറഞ്ഞു പോയോ, നിന്റെ വിശ്വാസം കുറഞ്ഞു പോയോ, ദൈവപ്രവർത്തികൾ അസ്തമിച്ചോ എന്നുള്ള ആശങ്കകൾ നിന്റെ ഹൃദയത്തിനകത്ത് എരച്ചു കയറി വരുമ്പോൾ പൗലോസിനെ പോലെ തിരിച്ചു പറഞ്ഞാട്ടെ, പ്രാർത്ഥനയ്ക്കിരുന്ന ആ രാത്രി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ വിടുതൽ കിട്ടിയാലും ശരി, മാസങ്ങൾ വിടുതൽ കിട്ടാതെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നാലും ശരി, എനിക്കൊരു കാര്യം അറിയാം, ആമേൻ, ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടിയാലും റിസൾട്ട് ഡിലേ ആയാലോ ഇതിന്റെ റിസൾട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തക്കവണ്ണ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തക്കവണ്ണ അങ്ങനെ ഒരു റിസൾട്ട് എന്നിൽ സംഭവിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ആമേൻ, നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പൊരുതി എവിടെയും എത്താതെ നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഇതിനകത്ത് ഞാൻ ലജ്ജിക്കത്തില്ല, ഇതിനകത്ത് എന്റെ ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടത്തില്ല, പകരം ഇതിനകത്ത് ദൈവനാമം മഹിമപ്പെടുകയേ ഉള്ളൂ. അപ്രഭാശകാല മഹത്വനിഹ പ്രമനേരിഹാസകം പ്രൗഢിബാഹത്വനിയാധര ലഗരിയ കർമ്മനാധരാസിയാധര. ഇന്നലകളിൽ നീ ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ നീ വിടുതലുമായി എഴുന്നേറ്റവനാണ്. ഇന്നലകളിൽ സഭ ഒന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആരാധന കഴിയുമ്പോഴേ റിസൾട്ട് വെളിപ്പെട്ടു വന്നതാണ്. പക്ഷേ ഇന്ന് നീ നേരിടുന്ന പ്രതിസന്ധിക്കകത്ത് എത്ര ഉറക്കഴിഞ്ഞിട്ട്, എത്ര ആത്മാവിൽ പോരാടിയിട്ട്, കല്ല് ഉരുണ്ടു മാറാതെ, ചെങ്കടൽ പിളരാതെ, മഞ്ഞ പൊഴിയാതെ, കാട വരാതെ, കാക്ക വരാതെ, ദൂതൻ ഇറങ്ങാതെ മറുപടികൾ താമസിക്കുമ്പോൾ നിന്നെ ദൈവം കൈവിട്ടുവെന്നല്ല, എവിടെയോ ദൈവപ്രവർത്തികൾ അസ്തമിച്ചെന്നല്ല, പകരം ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, 12 വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പിയ കാരാഗ്രഹം തുറന്നതുപോലെ ഇന്ന് ഞാൻ ആയിരിക്കുന്ന കാരാഗ്രഹമോ അത് തുറന്നു വരിക തന്നെ ചെയ്യോ. ഒരുപക്ഷെ മറുപടി താമസിച്ചേക്കാം, ഒരുപക്ഷെ വിടുതൽ താമസിച്ചേക്കാം, പക്ഷേ പൗലോസ് സിമ്പിളായി ഫിലിപ്പിയ സഭയുടെ അടുക്കൽ പറയുക, 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പട്ടണത്തിൽ ഞാൻ കാരാഗ്രഹത്തിലായപ്പോൾ അത് തുറന്നതുപോലെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും എന്ത് സംഭവിക്കുക തന്നെ ചെയ്യുക, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുക തന്നെ ചെയ്യുക. ഇന്ന് രാത്രി ആമേൻ, എത്ര അഴിച്ചിട്ടും കുരുങ്ങുന്ന, എത്ര പരിശ്രമിച്ചിട്ടോ അത് സങ്കീർണമാകുന്ന പ്രശ്നങ്ങളെ നോക്കി ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഇല്ല, ഈ പ്രശ്നം ഇങ്ങനെ ഒതുങ്ങത്തില്ല, ഇതിനകത്ത് ദൈവം മഹത്വപ്പെടാം, ഇതിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടാം, ദൈവം മഹിമപ്പെടും. അപ്പൊ പൗലോസ് പറയുകയാണ്, എപ്പോഴും എന്ന പോലെ ഇപ്പോഴും എന്ത് സംഭവിക്കും, ദൈവപ്രവർത്തിക്കായി ദൈവനാമം മഹിമപ്പെടുകയുള്ളൂ. ആമേൻ. എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ദൈവം മഹിമപ്പെടത്തേ ഉള്ളൂ. പിശാച് ജയിക്കത്തില്ല, മനുഷ്യൻ ജയിക്കത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ദൈവം ഇന്നലകളിൽ എനിക്ക് ചെയ്തതുപോലെ ഇപ്പോഴും അത് തന്നെ ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 12 വർഷങ്ങൾക്ക് മുമ്പേ ഫിലിപ്പിയ പട്ടണത്തിൽ കാരാഗ്രഹം ഒറ്റ രാത്രി കൊണ്ട് തുറന്ന മനുഷ്യൻ, വർഷം 3 ഇപ്പോൾ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ആമേൻ. പക്ഷേ പൗലോസ് പറയുകയാണ്, ഒറ്റ രാത്രി കൊണ്ട് ആമേൻ കാരാഗ്രഹം തുറന്ന എനിക്ക്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നത് സാധിക്കുന്നില്ലെങ്കിൽ അതിനപ്പുറം ദൈവത്തിന് ചില പ്രവർത്തികളുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ആ ഭാഗത്തിൽ നിന്ന് മുമ്പോട്ട് വരാം. എൻ്റെ സഹോദരങ്ങളെ, ഒറ്റ രാത്രി കൊണ്ട്, അർദ്ധരാത്രി കൊണ്ട് പ്രാർത്ഥിച്ച് കാരാഗ്രഹം തുറന്നു കഴിഞ്ഞപ്പോൾ ആമേൻ, പൗലോസ് എന്താണ് ചെയ്തതെന്നറിയാമോ? ഒരു റോമൻ ജയിലറുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞു. ഞാൻ ആവർത്തിക്കട്ടെ, ആമേൻ, അർദ്ധരാത്രിക്കകത്ത് പ്രാർത്ഥിച്ച് കാരാഗ്രഹം തുറന്നപ്പോൾ ആമേൻ, പൗലോസ് ആരോടാണ് സുവിശേഷം പറഞ്ഞത്? റോമൻ ജയിലറുടെ അടുക്കൽ. പക്ഷെ 3 വർഷം കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് ആമേൻ, അദ്രിയക്കടലിൽ അലഞ്ഞു തിരിഞ്ഞ് 2 കപ്പലുകൾ കയറി റോമിൽ കടന്നു ചെന്നപ്പോൾ
ആരോടാണ് പൗലോസ് നിന്ന് പ്രസംഗിച്ചതെന്നറിയാമോ? കൈസറുടെ അടുക്കലാണ്. അമേൻ, അമേൻ, അമേൻ. അരരാത്രിയിലെ വിടുതൽ ഒരു ജയിലറുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ 3 സംവത്സരത്തെ നിരന്തരമായ പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്ത് കയറി താൻ കണ്ട സ്പിരിച്വൽ വാർഫെയർ തന്നെ ഒരു ജയിലറുടെ നടുവിലല്ല, തന്നെ ഒരു കൗൺസിലറുടെ നടുവിലല്ല, തന്നെ ഒരു രാജാവിന്റെ മുമ്പിലല്ല, തന്നെ കൈസറുടെ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ട് നിർത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞോട്ടെ, പ്രതിസന്ധിയുടെ ആഴം കൂടുമ്പോൾ, പ്രതിസന്ധിയുടെ ദൈർഘ്യം കൂടുമ്പോൾ എന്റെ വാഗ്ദത്തം വലുതാണെന്ന്, എന്റെ ഡെസ്റ്റിനി വലുതാണെന്ന് അതൊരു കൺഫർമേഷനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ. അർദ്ധരാത്രിയിൽ വിടുതൽ കിട്ടിയാൽ നീ ജയിലറുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ 3 വർഷം ഒരു വിഷയത്തിന് വേണ്ടി നിന്ന് നീ പോരാടിയാൽ നീ കൈസറുടെ മുമ്പിൽ നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അർദ്ധരാത്രിയിലെ വിടുതലാണോ അതോ 3 വർഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ പ്രാർത്ഥിച്ച് 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 ഉപവസിച്ച് 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 എനിക്ക് വിടുതൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനായി. ജീസസ്, നിന്റെ പാപം കൊണ്ടല്ല, ദൈവം നിന്നെ കൈവിട്ടിട്ടല്ല, ദൈവശക്തി കുറഞ്ഞു പോയിട്ടല്ല, ഇത് കാലം മോശമായിട്ടല്ല, ഇത് നിന്റെ ഇന്നത്തെ ജയില് വലുതായിട്ടല്ല. പകരം തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം നിന്റെ പ്രതിസന്ധിയെ ലോഞ്ചിറ്റിവിറ്റി, നിന്റെ പ്രതിസന്ധിയുടെ ദൈർഘ്യം കൂട്ടുന്നെങ്കിൽ നീ പ്രതിസന്ധിക്കപ്പുറം നീ കയറാൻ പോകുന്ന വാഗ്ദത്ത, ഈ പ്രതിസന്ധിക്കപ്പുറം നീ കയറാൻ പോകുന്ന ദൈവപ്രവൃത്തി, അതിന്റെ തലം വലുതാണ്. ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീസസ്, ആമേൻ. പൗലോസ്, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, വിശ്വാസത്തിനൊത്തവണ്ണം ദൈവം പ്രവർത്തിക്കുമെന്ന്. പക്ഷെ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ, എൻ്റെ വിശ്വാസത്തിൻ്റെ അളവല്ല ദൈവപ്രവൃത്തിയുടെ അളവ്, അതിന് മുകളിലാണ് ദൈവപ്രവൃത്തിയുടെ അളവ്. റോമൻ കാരാഗ്രഹത്തിൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒരു കാര്യം പറയുക, എനിക്കിപ്പോഴും ലജ്ജയില്ല, ഞാനിപ്പോഴും ധൈര്യപ്പെട്ട് നിൽക്കുക, എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, എനിക്കിപ്പോഴും പ്രത്യാശയുണ്ട്. 12 വർഷം മുമ്പ് കാരാഗ്രഹം തുറന്നതുപോലെ ഇവിടെയും തുറക്കുമെന്ന്. പക്ഷെ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 10-ാം വാക്യം തുടങ്ങി 8-ാം വാക്യം തുടങ്ങി വായിച്ചാൽ പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യർ 1:8 തുടങ്ങി വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആമേൻ. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, ജീവനോടിരിക്കുമോ എന്ന്, ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചേ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇതാരാ പറയുന്നതെന്നറിയാമോ? ഇതാരാ പറയുന്നത്? സഭയിലേക്ക് വന്ന് 2 മാസം പ്രായമായ ഒരു കുഞ്ഞു വിശ്വാസിയല്ല പറയുന്നത്. അപ്പോസ്തല ഗണത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ജീവനോടിരിക്കുമോ എന്ന് സംശയമുണ്ടായെന്നല്ല പറഞ്ഞത്, നിരാശ തോന്നി. നിരാശ തോന്നിയിട്ട് അത്യന്തം നിരാശ തോന്നി. എന്താ നിരാശ തോന്നിയതെന്നറിയാമോ? പ്രാർത്ഥന കുറവ് കൊണ്ടല്ല. ആമേൻ. അവിടെ പറയുകയാണ്, ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടോ. അപ്പൊ പൗലോസ് പറയുകയാണ്, എൻ്റെ എലിജിബിലിറ്റിക്ക്, എൻ്റെ കപ്പാസിറ്റിക്ക് മീതെയുള്ള പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ എനിക്ക് നിരാശ വന്നു. ആമേൻ. പൗലോസ് അവിടെ പറയുകയാണ്, ആമേൻ, നമുക്ക് നിരാശ വന്ന പ്രശ്നം നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ആരും അറിയാതിരിക്കാൻ നോക്കാം. പക്ഷെ പൗലോസ് പറയുകയാണ്, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്, നിങ്ങളത് അറിയണം. ആമേൻ. ശക്തിക്ക് മീതെ അത്യന്തമുള്ള ഭാരം ഞങ്ങളുടെ മേൽ അടിച്ചപ്പോൾ ഇനിയും ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നി. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, ആ നിരാശ ഞങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റി. ആ നിരാശ ഞങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? ആമേൻ. അതുകൊണ്ട് അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി പറയാം, ഈ ലോകത്തിലെ നമ്മുടെ ശുശ്രൂഷ
തീർന്നു, നമ്മുടെ ആയുസ് തീർന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെയും ഈ കടലിലാണെങ്കിലും ഈ കാട്ടിലാണെങ്കിലും കർത്താവ് നമ്മളെ ഉയർപ്പിക്കോ, നിത്യതയിൽ കാണാമെന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എന്നിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഹോപ്പ് പോയി. ആമേൻ. എൻ്റെ ആയുസ്സിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഹോപ്പ് പോയി. പകരം ഇപ്പോഴെന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ മരിച്ചാലും എൻ്റെ പിള്ളേരെയെങ്കിലും ദൈവം നോക്കിക്കോളൂ. ഞാൻ മരിച്ചാലും ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ആയാലും നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും നടക്കാം. അങ്ങനെ പൗലോസ്, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പൗലോസ് പറയുകയാണ്, ഈ ഭൂമിയിൽ ഇനി ഒന്നും നടക്കത്തില്ല, മരിച്ചതിന് ശേഷം നിത്യതയിലെ വല്ലതും നടക്കത്തുള്ളെന്ന് നീ പറയുന്നെങ്കിൽ പ്രതിസന്ധിയുമായി നീ സമരസപ്പെട്ടു, നീ നിരാശയുടെ മുമ്പിൽ ഒതുങ്ങിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് പറയുകയാണ്, എൻ്റെ അകത്ത് നിരാശ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്ന ഞങ്ങളിലൊന്നും നടക്കത്തില്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാഹളം ധ്വനിക്കും, മരിച്ചവരെ ഉയർക്കുക. നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടത് തേജസ്സിൽ ഉയർക്കുക, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടത് ശക്തിയിൽ ഉയർക്കുക. ഇനി ആ ഒരു ഹോപ്പേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എന്നിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടോ. എന്നിട്ട് അടുത്ത ഭാഗം താൻ പറയുകയാണ്, ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അപ്പൊ പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഞങ്ങൾ മരിച്ചു പോകും, ഞങ്ങൾ മരിച്ചു പോകും. അപ്പൊ പൗലോസ് തന്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് മരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യുകയാണ്? ഒരുങ്ങുകയാണ്. താൻ മരിക്കുമെന്ന് ഹൃദയത്തിൽ നിർണയിച്ചോ. ഇപ്പോൾ തന്റെ വിശ്വാസം എന്താണെന്നറിയാമോ? എൻ്റെ ശുശ്രൂഷ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു, എൻ്റെ എല്ലാം തീർന്നു, ഇവിടെ ഞാൻ മരിക്കുകയാണ്, ഇവിടെ എൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. താനിങ്ങനെ ബുക്കും പുസ്തകമൊക്കെ അടുക്കി സിബിട്ടിരിക്കുമ്പോഴാണ് അടുത്ത വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? എൻ്റെ നിർണയങ്ങളെ ഭേദിച്ചുകൊണ്ട്, എൻ്റെ സ്വപ്നങ്ങളെ ഭേദിച്ചുകൊണ്ട്, എൻ്റെ ചിന്താഗതികളെ ഭേദിപ്പിച്ചുകൊണ്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കുമെന്ന് ഞാനിവിടെ എഴുതി വെച്ചപ്പോൾ ഞാൻ മരിക്കും, ഈ ആഴ്ച എൻ്റെ മരണമാണ്, അടുത്ത ആഴ്ച എൻ്റെ ശവോടക്കാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി ഇരുന്നപ്പോ എൻ്റെ ദൈവം അതിൽ നിന്ന് വിടുവിച്ചോ. ഈ മാസം ഈ വർഷം എനിക്ക് ടെർമിനേഷൻ കിട്ടോ, ഞാൻ നാട്ടിൽ പോയി പലചരക്കട തുടങ്ങുമെന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നപ്പോ ദൈവം എനിക്ക് അതിനപ്പുറം ഒരു വഴി തുറന്നു തന്നത്. എൻ്റെ കൊച്ചിന് പഠിക്കാൻ ബുദ്ധിയില്ല, അവനെ കൊണ്ടുപോയി വല്ല തയ്യലും പഠിപ്പിച്ച് വല്ല ചെരുപ്പ് കുത്താനും പഠിപ്പിച്ച് അവനൊരു ചെരുപ്പ് കട ഇട്ട് കൊടുക്കാമെന്ന് ചിന്തിച്ച ഇടത്ത് എൻ്റെ ദൈവം എൻ്റെ നിലവുകളെ മാറ്റി എഴുതുന്ന ഒരു വിടുതൽ ചെയ്തെന്ന് ഇന്ന് രാത്രി ഞാൻ പറയാ. ചാകാൻ പോയ തോമസ് ബഥാനിയയിൽ ചെന്ന് എന്താ കണ്ടത്? യേശു അങ്ങനെ, തോമസ് അങ്ങനെയാ പറഞ്ഞത്, ബാ ഇവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്ക് അവനോട് കൂടെ പോകാം. ചാകാൻ പോയ തോമസ് എന്തുവാ കണ്ടത്? ചത്ത് 4 ദിവസമായ അവന്റെ കല്ലറയെ തുറപ്പിക്കുന്നതാണ്. ഈ 2026 ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറഞ്ഞ് അപ്പുറത്തേക്ക് കയറുകയാണ്. നിന്റെ വിശ്വാസത്തിനൊത്തവണ്ണം ഒരു ദൈവപ്രവൃത്തിയല്ല, നിന്റെ വിശ്വാസം വർദ്ധിക്കുന്ന അളവിൽ ഒരു ദൈവപ്രവൃത്തി. വിശ്വാസത്തിനൊത്ത ഒരു ദൈവപ്രവൃത്തി അല്ല, വിശ്വാസം വർദ്ധിക്കുന്ന അളവിലുള്ള ഒരു ദൈവപ്രവൃത്തി. വിശ്വാസം വർദ്ധിക്കുന്ന അളവിലുള്ള ദൈവപ്രവൃത്തി. നമുക്ക് ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഇവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ, ഈ എപ്പോഴും എന്നവണ്ണം ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യത്തേ ഉള്ളൂ? മഹിമപ്പെടുകയുള്ളൂ. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം എന്നിൽ മഹിമപ്പെടും. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം എന്നിൽ മഹിമപ്പെടും. ഇന്ന് രാത്രി ഞാൻ ദൂതിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് കയറി പറയട്ടെ. പ്രതിസന്ധികളിൽ നീ തകരുമെന്ന് പറയരുത്, പ്രതിസന്ധികളിൽ നീ നശിക്കുമെന്ന് പറയരുത്, പ്രതിസന്ധികളിൽ ദൈവം മഹത്വപ്പെടും. അതുകൊണ്ടാണ് 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യും?
ഞാൻ പൊന്നുപോലെ പുറത്തു വരും, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഇയ്യോബിനെ അവിടെ എല്ലാവരും നിന്ന് ആക്ഷേപിക്കുകയാണ്. ഇയ്യോബിന്റെ കുറ്റമാണ്, ഈ നീതിമാനായിട്ട് ആരെങ്കിലും എവിടെങ്കിലും നശിച്ചു പോയിട്ടുണ്ടോടാ, ഇങ്ങനെയൊക്കെ ഇയ്യോബിന്റെ അടുക്കൽ ചോദിക്കുകയാണ്. അപ്പൊ ഇയ്യോബ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് പോലെ ശരിയാ, ഞാൻ ഈ കഷ്ടതയ്ക്കകത്തേക്ക് കയറുമ്പോൾ എൻ്റെ കളറ് കരിക്കട്ടയാണ്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത, ഭൂഗർഭത്തിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞ ഒരു ഷേപ്പ്ലെസ് ആണ് ഞാൻ. പക്ഷെ ഈ തീക്കകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതെൻ്റെ ഒരു റിഫൈനിങ് സെന്ററായി, ഇതെൻ്റെ ഒരു റിഫൈനറിയായി. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ വരാ? പൊന്നായിട്ട് പുറത്തു വരാ. വേറെ ഏതൊരു സാധനമായിരുന്നാലും എന്നാൽ ശുദ്ധീകരിക്കപ്പെട്ട, അലങ്കരിക്കപ്പെട്ട ഒരു പൊന്ന ആഭരണമാണെങ്കിൽ ഈ തീക്കകത്ത് ചെല്ലുമ്പോൾ എന്തോ പറ്റും? അതിൻ്റെ ഷേപ്പ് പോകുക. ഒരു തടിയിൽ കൊത്തിയ ശിലയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് തീക്കകത്ത് അതിൻ്റെ ഷേപ്പ് പോകാം. അപ്പൊ ഇയ്യോബ് പറയുകയാണ്, നിങ്ങൾ എന്നെ പറഞ്ഞ സകല ആക്ഷേപങ്ങളും ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ എന്നെ പറഞ്ഞ സകല കുറ്റവും ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ എന്നെ പറഞ്ഞ സകല കുഴപ്പവും ഞാൻ സ്വീകരിച്ചു. നിങ്ങൾ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു അലങ്കോലപ്പെട്ട ഒരു ഷേപ്പും ഒരു കളറും ഒരു ഗുണവുമില്ലാത്ത കരിപിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്കറിയാമോ, എൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ഗോൾഡ്, എൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു വാഗ്ദത്തം, എൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, എൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മഹത്വമുണ്ട്. ഈ തീക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ മറഞ്ഞു കിടക്കുന്ന മഹത്വം പുറത്തു വരും. എന്നോട് ചേർന്ന് പറഞ്ഞേ, ഈ തീക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ മറഞ്ഞു കിടക്കുന്ന മഹത്വം പുറത്തു വരും. പ്രതിസന്ധികൾ എൻ്റെ മഹത്വത്തെ പുറത്തു കൊണ്ടുവരും. അപ്പൊ പൗലോസ് പറയുകയാണ്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എപ്പോഴും എന്ന വെണ്ണ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. എൻ്റെ ശരീരത്തിൽ ക്രിസ്തു മഹത്വപ്പെടും. ഒരിക്കൽ കൂടെ വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, ക്രിസ്തു എന്നിൽ മഹത്വപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യനിൽ ദൈവം മഹത്വപ്പെടും. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മളിൽ ദൈവം മഹത്വപ്പെടും, നമ്മളിൽ ദൈവം മഹത്വപ്പെടും. എന്നാൽ നമ്മളിൽ എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? ഞാൻ അതിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞ് വേഗത്തിൽ വിഷയത്തിലേക്ക് കയറാം. നമ്മളിൽ എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ക്യാരി ചെയ്യുവാൻ കഴിയും. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ക്യാരി ചെയ്യുവാൻ കഴിയും. മോശെ ഹോരേബിൻ്റെ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ ഒരു മുൾപടർപ്പ് ചാമ്പലാകാതെ നിന്ന് കത്തുന്നത് കണ്ടോ? ആമേൻ. ആ മുൾപടർപ്പ് എന്ത് ചെയ്യുകയായിരുന്നോ? ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്സിനെ താൻ എന്ത് ചെയ്യുകയായിരുന്നോ? ക്യാരി ചെയ്യുകയായിരുന്നു. ആ മുൾപടർപ്പ് ഒരു തീയെ ക്യാരി ചെയ്യുകയായിരുന്നു. മുൾപടർപ്പ് തീയെ ക്യാരി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രദർശനമായി മാറ്റപ്പെടും. മുൾപടർപ്പാകുന്ന ഞാൻ അഗ്നിയാകുന്ന ദൈവത്തെ ക്യാരി ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. ആമേൻ. എന്നിലൊരു യോഗ്യതയുമില്ല, എന്നിലൊരു കഴിവുമില്ല, പക്ഷെ മുൾപടർപ്പായിരിക്കുന്ന ഞാൻ ദൈവത്തിന്റെ ഗ്ലോറിയെ ക്യാരി ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഞാൻ വഹിക്കാൻ തുടങ്ങുമ്പോൾ ആ മഹത്വം എന്നിൽ കൂടെ വെളിപ്പെടും. ഇന്ന് രാത്രി പറഞ്ഞേ, മഹത്വം വഹിക്കണം, മഹത്വം വഹിക്കണം. ക്യാരി ദ ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ വഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ മഹത്വത്തെ ഞാനത് പറ്റുമെങ്കിൽ വിശദീകരിക്കാം, അതല്ല എൻ്റെ വിഷയം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ക്യാരി ചെയ്യാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 3:18 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത് നാം എല്ലാവരും കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് ക്യാരി ചെയ്യാം. 2, ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. കർത്താവായ യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. തേജസ്സിന്റെ പ്രഭ എന്ന് പറഞ്ഞാൽ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല, ഇതൊന്ന് ഇൻട്രൊഡക്ടറിയായി ഞാൻ പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം. ആമേൻ. ഒന്ന്, ദൈവം നമ്മളിൽ ദൈവമഹത്വത്തെ നമുക്ക് ക്യാരി ചെയ്യാം. 2, ദൈവമഹത്വത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയും ദൈവമഹത്വത്തെ. ആമേൻ. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലൈറ്റിന് നേരെ ഇവിടെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണാടി എന്ത് ചെയ്യാൻ തുടങ്ങുക? ഈ കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഇന്ന് ആധുനിക ലോകത്തെ വാഹനങ്ങളെയൊക്കെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഈ പണ്ടൊക്കെ
ആണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ചുട്ടുപഴുക്കുക. കാരണം അത്രയും ഹൈ വോൾട്ടേജ് ഉള്ള ഹൈ വാട്ടേജ് ഉള്ളതായിട്ടുള്ള ബൾബുകളാണ്, ഹലോജനാണ് ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു LED ബൾബ് ഏറ്റവും വാട്ട് കുറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് ഇത്രയധികം പ്രകാശിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ ഡൂം മുഴുവനോ ഹൈ പവറിനകത്ത് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതായിട്ടുള്ള ഡൂമാണ്. അപ്പോൾ ഈ ലൈറ്റുകൾ മുഴുവനും പുറകിലേക്ക് ചെന്നടിച്ചിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്, പ്രതിബിംബിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ തേജസ്സിനെ ഒന്ന് ക്യാരി ചെയ്യുക, രണ്ട് ദൈവത്തിന്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാം. അത് നമ്മൾ വ്യക്തിപരമായി. മൂന്ന്, ദൈവത്തിന് നമ്മളിൽ കൂടെ ചില പ്രവർത്തികളെ ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയുക? ദൈവത്തിന് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയുക. അത്ഭുതങ്ങളിൽ കൂടെ, അടയാളങ്ങളിൽ കൂടെ, അതിശയങ്ങളിൽ കൂടെ അതിലേക്ക് സാവകാശം കടന്നു വരാം. എന്നാൽ ഇന്ന് ഈ 3 രാത്രികളിൽ ഞാൻ 3 തലങ്ങളിൽ ദൈവമഹത്വത്തിന്റെ പ്രദർശനമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 രാത്രികളിൽ ദൈവമഹത്വം നമ്മളിൽ ഏതൊക്കെ വിധത്തിൽ പ്രദർശിപ്പിക്കപ്പെടും, അതിന്റെ 3 ഭാഗങ്ങളെ ഞാൻ പറയാം. ഇന്ന് രാത്രി ഞാൻ 1ാമത്തെ ഭാഗത്തിലേക്ക് കയറുന്നു. ഗ്ലോറിഫൈഡ് ഇൻ ട്രയൽസ്. ദൈവം നമ്മുടെ പ്രതിസന്ധികൾക്കകത്ത് നമ്മളിൽ കൂടെ മഹത്വപ്പെടും. ദൈവം നമ്മുടെ ബലഹീനതകൾക്കകത്ത് നമ്മിൽ കൂടെ മഹത്വപ്പെടും. ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് നമ്മിൽ കൂടെ മഹത്വപ്പെടും. ഇന്ന് രാത്രി ഞാൻ 1ാമത് പറയട്ടെ, എന്നിൽ ദൈവത്തിന് മഹത്വപ്പെടുവാൻ എൻ്റെ പാരമ്പര്യമല്ല വേണ്ടത്, എൻ്റെ എഡ്യൂക്കേഷൻ അല്ല വേണ്ടത്, എൻ്റെ കഴിവല്ല വേണ്ടത്, എൻ്റെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അല്ല എൻ്റെ ദൈവത്തിന് വേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ എൻ്റെ ദൈവത്തിന് എന്നിൽ എന്ത് വേണോ? എൻ്റെ ദൈവത്തിന് എൻ്റെ ബലഹീനതയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ലോകത്തിൽ ഭോഷ്യത്വമായതിനെ എടുത്തോ, കുലഹീനവും നികൃഷ്ടവുമായതിനെ അവൻ തെരഞ്ഞെടുത്തോ. അങ്ങനെയെങ്കിൽ ഇന്ന് അതുകൊണ്ട് വിശുദ്ധ പൗലോസിനെ പോലെ പറയാൻ കഴിയുമോ? എൻ്റെ ബലഹീനതകളിൽ ഞാൻ സങ്കടപ്പെടുമെന്നല്ല, എൻ്റെ പോരായ്മകളിൽ ഞാൻ നിരാശപ്പെടുമെന്നല്ല, എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുക. എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? ഞാൻ പുറപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ദൈവത്തിന്റെ അഗ്നി പ്രത്യക്ഷതയെ കണ്ടു. പക്ഷേ അഗ്നി പ്രത്യക്ഷതയ്ക്ക് ശേഷമായിട്ട് മോശ ദൈവത്തിന്റെ അടുക്കൽ ഒരു പരാതി പറയുകയാണ്. 4-ാം അധ്യായം 10-ാം വാക്യം. അവിടെ മോശ ദൈവത്തോടൊരു പരാതി പറയുകയാണ്. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷമോ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനോ തടിച്ച നാവുള്ളവനുമാകുന്നുവെന്ന് പറഞ്ഞോ. മോശ ഈ പറയുന്നത് എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ ദൈവത്തോടൊരു കംപ്ലൈന്റ് പറയുകയാണ്. കർത്താവേ, ശരിയാ, എൻ്റെ കൈമാറി, എൻ്റെ വടിമാറി, പല സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു, മുൾപ്പടർപ്പ് കത്തി, പക്ഷേ ഞാൻ നിന്നെ കണ്ടെങ്കിൽ, നിന്റെ അഭിഷേകം എന്നെ തൊട്ടെങ്കിൽ, ഇന്ന് യഥാർത്ഥമായൊരു ഉണർവുണ്ടായെങ്കിൽ എന്നിൽ എന്ത് സംഭവിക്കണമായിരുന്നോ? എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന എൻ്റെ വിക്കുവായി, എൻ്റെ തടിച്ച നാവിന് എന്തുണ്ടായിരിക്കണം? ഒരു ഹീലിംഗ് ഉണ്ടായിരിക്കണം. ഞാൻ ഇറങ്ങി ഇത്രോവിൻ്റെ വീട്ടിൽ ചെന്ന് നല്ല കിളിയായിട്ട് മണിയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ രഘുവേലും ഭാര്യയും സിപ്പോറയും വന്നിട്ട് ചോദിക്കുക, അല്ല, നിങ്ങളെങ്ങനെ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നതെന്ന്. അപ്പം പറയും, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടോ. പക്ഷെ മോശ ദൈവത്തിന്റെ അടുക്കൽ ബൈ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സങ്കടത്തോടു കൂടി പറയാ, കർത്താവെ, കൈ ഹിമം പോലെ ആയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നോ? കർത്താവെ, വടി പാമ്പായില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നോ? എൻ്റെ വിക്കൊന്ന് മാറിയിരുന്നെങ്കിൽ, കർത്താവെ, എൻ്റെ സംസാരം ഒന്ന് ക്ലിയർ ആയെങ്കിൽ ഞാൻ നിന്നെ കണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമല്ലായിരുന്നോ? അപ്പൊ ദൈവം അവിടെ അങ്ങോട്ട് ചോദിക്കുക, മോശേ, മനുഷ്യന് വായി കൊടുത്തത് ഞാനല്ലേ? ഞാൻ വായി കൊടുത്തത് ഞാനല്ലേ? ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ഞാനല്ലേ? ആകയാൽ നീ ചെല്ലുക. 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന്. എൻ്റെ സഹോദരങ്ങളെ, മോശയുടെ കൈകാലുകളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മിസ്രൈമെ ആയോധനകല അഭ്യസിച്ച് വളർന്നു വന്ന മനുഷ്യൻ, നല്ല മസിലുള്ള, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു 6 പാക്ക് മനുഷ്യനാണ് മോശ.
മോശെ. പക്ഷേ ദൈവം മോശയുടെ ബലമുള്ള മുഷ്ടിയോടുകൂടെയാണോ ഇരുന്നത്? മോശയുടെ നല്ല പവർഫുൾ ടൈസിനോടുകൂടെയാണോ ഇരുന്നത്? മോശയുടെ നീണ്ടു വളർന്ന തലമുടിയോടുകൂടെയാണോ ഇരുന്നത്? മോശയുടെ ആകാര വടുവിനകത്തല്ല ദൈവം ഇരുന്നത്. മോശയോട് കൂടെ ദൈവത്തിനിരിക്കാൻ ദൈവം കണ്ട ഒരേ ഒരു സ്ഥലം ഏതാണെന്നറിയാമോ? മോശയുടെ വിക്കുവായിരുന്നു. ദൈവം മോശയുടെ അടുക്ക പറയാ, മോശെ അതെന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്, അതെന്റെ പ്ലാറ്റ്ഫോം ആണ്. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കുക. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ. ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടോ നിന്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ജീവിതത്തിലെ ചില മുള്ളുകൾ, ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നിന്നെ വിട്ടുമാറുന്നില്ലെങ്കിൽ ഈ രാത്രി തിരിച്ചറിയണം, അതെന്റെ ദൈവം എന്നോട് കൂടെ ഇരിപ്പാൻ, എന്റെ ദൈവം എന്നിൽ ഇരിപ്പാൻ. La tabahasa prabarthania laheria lambramo shekeria latonia rakashikemehenia la prabashikenia latunia ramash kebeheria lahateradia. മോശയുടെ വായ് വിക്ക. ഇതെങ്ങനെ മോശയ്ക്ക് കിട്ടിയതാ? ബൈ ബർത്ത് കിട്ടിയതാ. ജന്മനാ മോശയ്ക്ക് കിട്ടിയതാണ്. എന്ത്? ലേവിയ കുടുംബത്തിൽ ജനിച്ചതാ, വാഗ്ദത്തങ്ങളോടുകൂടെ ജനിച്ചതാ. കണ്ട ഭയങ്കര സുന്ദരനായിരുന്നു, ശിശു ദിവ്യ സുന്ദരനായിരുന്നു. പക്ഷെ വായോ വിക്കായിരുന്നു. ഇത്ര ദിവ്യ സൗന്ദര്യം കൊടുത്തപ്പോൾ ദൈവത്തിന് എന്താ അവിടെ മാത്രം ഒരു പിഴവ് പറ്റിപ്പോയത്? അവിടെ നിന്ന് അവനെ വളർത്താനുള്ള സകല സാധ്യതകളും ദൈവം ഒരുക്കി. പക്ഷേ എന്നിട്ടെന്താ? മിസ്രൈം എന്ന് പറയുന്നത് ആമേൻ മരുന്നിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ആമേൻ ഈറ്റില്ലമാണ്, കുടുംബമാണ്, തറവാടാണ്. ഏത്? ഈജിപ്റ്റ്. ഈജിപ്തിൽ നിന്നാണ് സകല മെഡിക്കൽ സയൻസും കയറി വന്നത്. ഇന്നത്തെ പല മെഡിക്കൽ എംബ്ലം പോലും ഈജിപ്തിൽ നിന്നുള്ളവായി വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ മെഡിക്കൽ സയൻസ് അത്രയും ഡെവലപ്പായി നിന്ന ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർന്നിട്ടോ ഒരു ഡോക്ടറിന് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ആമേൻ, ഇതിനെ ഒന്നും മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവവും കരുണ കാണിച്ചില്ല, ഒരു ഡോക്ടറും കരുണ കാണിച്ചില്ല. എന്താ ദൈവമേ ഇങ്ങനെ ചില സംഗതികൾ വന്നത്? ദൈവം പറഞ്ഞോ, ദിവ്യ സുന്ദരനായി ഞാൻ അവനെ സൃഷ്ടിച്ചിട്ടോ, ഇത്ര വാഗ്ദത്തങ്ങളോടുകൂടെ ഞാൻ അവനെ സൃഷ്ടിച്ചിട്ടോ, ഇത്ര വലിയ ദൈവപദ്ധതിയോടുകൂടെ ഞാൻ അവനെ സൃഷ്ടിച്ചിട്ടോ, അവന്റെ ജീവിതത്തിൽ ഒരു മുള്ള് ഞാൻ ഇട്ടതേ അത് എനിക്ക് പ്രവർത്തിക്കാനുള്ള, എനിക്ക് ഇരിക്കാനുള്ള, എനിക്ക് പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ബൈ ബർത്ത് മോശയ്ക്ക് എന്തുവാ കിട്ടിയത്? ഒരു വിക്കുവായ. എന്നിട്ട് അവിടെ നിന്ന് മോശ യാത്ര ചെയ്തോ. മോശ യാത്ര ചെയ്തിപ്പം മോശയുടെ വായ് വിക്ക്, അത് ജന്മനാ കിട്ടിയതാ. കയ്യിൽ വേറൊരു സാധനമുണ്ട്, എന്താണെന്നറിയാമോ? വടി. ആമേൻ. ഈ വടി എന്നാ മോശയുടെ കൈ കയറിയത്? എന്നാ മോശയുടെ കയ്യിൽ ഈ വടി കയറിയത്? മോശയുടെ കയ്യിൽ ഈ വടി കയറിയത് എന്താണെന്നറിയാമോ? ആമേൻ. മിസ്രൈമിലെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ മോശ വടിയും പിടിച്ചോണ്ടാണോ നടന്നേ? അല്ല. മിസ്രൈമിലെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ മോശ ചിലപ്പോൾ ഒരു വാളും പിടിച്ചോണ്ടായിരിക്കും നടന്നത്, അല്ലെങ്കിൽ മോശ ഒരു കൊച്ചു ചെങ്കോലോ, മോശ ഇതുപോലെ നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു സാധനം പിടിച്ചോണ്ടാ നടന്നത്. പക്ഷെ അവിടെ നിന്നോടി ഈ മിദ്യാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, മിദ്യാനിൽ വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ മിദ്യാനിലുള്ള വന്നു കയറിയ വീട്ടിൽ എല്ലാവരും എന്തോ പിടിച്ചോണ്ടാ നടക്കുന്നത്? വടി പിടിച്ചോണ്ടാ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിന്റെ ഗതികേട് തൻ്റെ കയ്യിൽ വരുത്തി കൊടുത്തതാണ് എന്ത്? വടി. പാരമ്പര്യം വരുത്തി കൊടുത്ത, ജന്മന ഉണ്ടായ ഒരു വിക്കുവായോ, കഷ്ടകാലത്തിൽ വന്നു പോയ, പ്രതികൂലത്തിൽ വന്നു കയറിയ ഒരു വടിയോ പോട്ടെ. ദൈവ സ്തോത്ര. ഈ മുൾപ്പടർപ്പ് കണ്ടു വിക്കോ മാറിയില്ല, അത് ജന്മന ഉള്ളതല്ലേ, അതങ്ങിരിക്കട്ടെ. പക്ഷേ ഈ മുൾപ്പടർപ്പിൽ വന്ന് ദൈവപ്രത്യക്ഷത കണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഈ കഷ്ടകാലത്തെ ജീവിതത്തിൽ കയറിയ ഈ വടിയെങ്കിലും ഒന്ന് മാറിപ്പോയെങ്കിൽ എത്ര നല്ലതായിരുന്നോ? ഇല്ല. മോശ മുൾപ്പടർപ്പിൽ നിന്ന് തിരിയാൻ തുടങ്ങുമ്പോൾ, 4:17 വാക്യത്തിൽ ദൈവം മോശയുടെ അടുക്ക് പറഞ്ഞു, മോശേ നീ ഒരു വടിയും കൊണ്ടാ കയറി വന്നത്, ആ വടിയും കൊണ്ട് തന്നെ നീ അങ്ങ് ഇറങ്ങിപ്പോക്കോ. നീ ഒരു വടിയും കൊണ്ടല്ലേ ഇവിടോട്ട് കയറി വന്നത്, ഈ വടിയും കൊണ്ട് തന്നെ നീ അങ്ങ് ഇറങ്ങിപ്പോക്കോ. എന്ന് പറഞ്ഞാൽ നിനക്കൊണ്ടായ എൻകൗണ്ടറിനകത്ത്, നിനക്കൊണ്ടായ ഉണർവിനകത്ത്, നിനക്കൊണ്ടായ ദൈവസാന്നിധ്യത്തിനകത്ത്, മിദ്യാനിൽ നിന്ന് നിന്റെ കൂടെ കയറി കൂടി ആ വടി ഞാൻ എന്ത് ചെയ്തിട്ടില്ല? എടുത്ത് മാറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൈവസഭ
ദൈവസഭയ്ക്കകത്ത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ പലരും വന്ന് വടിയിട്ട് സന്തോഷത്തോടെ പോയപ്പോ നീ 10 വർഷമായിട്ട് വടിയും ചുമ്മി ദൈവസന്നിധിയിൽ ഇരിക്കുക. എന്നാ കർത്താവേ എന്റെ വടിയൊന്ന് മാറ്റി തരുന്നെന്ന് ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ വടി ദൈവം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ വടിക്കകത്താണ്, കഷ്ടകാലത്തിൽ നിന്റെ മേളിൽ കയറിയ വടിക്കകത്താണ് ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത്. മോശയുടെ അടുക്ക ദൈവം പറഞ്ഞു, മോശ പറയാ, കർത്താവ് എന്റെ കഷ്ടകാലത്ത് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ എടുത്ത ഒരു വടിയായത്. ദൈവം മോശയുടെ പറയാ, ആ വടിയെടുത്തോണ്ട് നീ പൊക്കോ, പക്ഷെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, നിന്റെ ഗതികേട് എന്ന് പറഞ്ഞ് നീ കൊണ്ടു നടന്ന വടിയെ, നിന്റെ കഷ്ടകാലമെന്ന് നീ പറഞ്ഞു കൊണ്ടു നടന്ന വടിയെ, നിന്റെ ശാപമെന്ന് നീ പറഞ്ഞു കൊണ്ടു നടന്ന വടിയെ, അത് എന്റെ അത്ഭുതങ്ങളുടെ വടിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, നിന്റെ ജന്മനാ ഉള്ള വിക്കിനകത്ത് ഞാനിരിക്കുക, നിന്റെ കഷ്ടകാലത്ത് വന്ന വടിക്കകത്ത് ഞാൻ അടയാളം പ്രവർത്തിക്കുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ക്രിസ്തു നിന്റെ സുഖത്തിലല്ല മഹത്വപ്പെടുന്നത്, ക്രിസ്തു നിന്റെ സമ്പത്തിലല്ല, ക്രിസ്തു നിന്റെ ദാരിദ്ര്യത്തിൽ, ക്രിസ്തു നിന്റെ കഷ്ടതയിൽ, ക്രിസ്തു നിന്റെ അപമാനത്തിൽ, ക്രിസ്തു നിന്റെ ഇല്ലായ്മയിൽ. ഇന്ന് രാത്രി എത്ര പേർക്ക് തങ്ങളുടെ സഫറിങ്സിനെ, തങ്ങളുടെ ഹ്യൂമിലിയേഷനെ, തങ്ങളുടെ ഇല്ലായ്മയെ എന്റെ പ്രശ്നങ്ങൾ ദൈവമഹത്വമായി മാറട്ടെ, എന്റെ അപമാനങ്ങൾ ദൈവമഹത്വമായി മാറട്ടെ, എന്റെ വിക്കുവായി ദൈവമഹത്വമായി മാറട്ടെ, എന്റെ പ്രശ്നങ്ങൾ ദൈവമഹത്വമായി മാറട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന മണിക്കൂറുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടറുകൾ നിന്റെ പ്രശ്നത്തെ എടുത്തു മാറ്റുകയല്ല, നിന്റെ വടിയെ എടുത്തു മാറ്റുകയല്ല, പകരം നിന്റെ വടിയെ ദൈവം ഒരു അടയാളങ്ങളുടെ വടിയാക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പക്ഷേ അമേൻ, ആ മുൾപ്പറപ്പിൽ ചെല്ലുന്നിടം വരെ ഈ വടിയെ മോശ എന്തുവാ രാവിലെ ഇറങ്ങാൻ പോകുമ്പോ, മോശ ആടിനെ മേയ്ക്കാൻ ഇറങ്ങാൻ പോകുമ്പോ സിപ്പോറയുടെ അടുക്കൽ വിളിച്ചു പറയാം, സിപ്പോറ ആ ആടിനെ മേയ്ക്കുന്ന വടി, എൻ്റെ ആ വടി ഇങ്ങെടുത്ത് തന്നേരെന്ന് പറയുക. പക്ഷേ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മോശ യിത്രോവിന്റെ വീട് വിട്ട് ഇറങ്ങുമ്പോൾ 4-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ മോശ തന്റെ ഭാര്യയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് കണ്ടോ, ദൈവത്തിന്റെ വടിയും മോശെ കയ്യിലെടുത്തോ. ദൈവത്തിന്റെ വടി. ഞാൻ മോശയുടെ അടുക്കെ ചോദിക്കാം, മോശെ ഈ ദൈവത്തിന്റെ വടി എവിടെ കിട്ടുമെന്നൊന്ന് പറയാമോ? എനിക്കൊരു വടി മേടിക്കാനാണെന്ന് മോശ പറയാ. മിസ്രയീമിന്റെ സുഖം വിട്ട് രാജാവിന്റെ ക്രോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗതി കിട്ടാതെ അലയുന്ന വേളയിൽ മിദ്യാനിൽ വന്നെത്തിയപ്പോൾ ഇനിയും എൻ്റെ ജീവിതം ആടിനെ മേയിച്ച് തീരത്തെ ഉള്ളെന്നറിഞ്ഞ് നിലനിൽപ്പിന് വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടി ഞാൻ കെട്ടിയ വേഷത്തിനകത്ത് എനിക്കുണ്ടായ ഒരു ശാപത്തിന്റെ വടി, കഷ്ടതയുടെ ഗതികേടിന്റെ വടിയുണ്ട്. ആ വടിയാണ് പിൽക്കാലത്ത് ദൈവത്തിന്റെ വടിയായി തീർന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയോ, ശാപത്തിന്റെ കഷ്ടതയുടെ ഗതികേടിന്റെ വടിയെ ദൈവത്തിന്റെ വാടിയാക്കി മാറ്റാം. എന്റെ പ്രതികൂലങ്ങളിൽ ദൈവം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രി വായി തുറന്ന് പറഞ്ഞ്, എന്റെ പ്രതികൂലങ്ങളിൽ ദൈവം മഹത്വപ്പെടട്ടെ. ട്രാൻസ്ഫോം യുവർ അഫ്ലിക്ഷൻസ്, ട്രാൻസ്ഫോം യുവർ ഹ്യൂമിലിയേഷൻസ്, ട്രാൻസ്ഫോം യുവർ ട്രബിൾസ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്റെ പ്രശ്നങ്ങൾ ദൈവമഹത്വമായി മാറട്ടെ. വായി തുറന്ന് അങ്ങനെ തന്നെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ പ്രശ്നങ്ങൾ മാറുകയല്ല, എന്റെ പ്രശ്നങ്ങൾ ദൈവമഹത്വമായി മാറട്ടെ. സഹോദരങ്ങളെ, ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഈജിപ്തിലിരിക്കുമ്പോൾ മോശയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നേക്കാം? ചെങ്കോലോ വാളോ കുന്തമോ നല്ല ബലമുള്ള, ശക്തിയുള്ള, മാന്യതയുള്ള, അധികാരമുള്ള ഒരു വടി ഉണ്ടായിരുന്നേക്കാം. പക്ഷേ 2-ാം അധ്യായം 12-ാം വാക്യം, പുറപ്പാട് 2:12, അവിടെ നാം ശ്രദ്ധിക്കുമോ? 2:12 എഴുതിയിരിക്കുന്നത്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. കൈകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? കൈകൊണ്ട് വേണേ അടിച്ചുവല്ല, പക്ഷെ മണ്ണുമാന്തി ഇവരെ മൂടാൻ പറ്റുമോ? അപ്പൊ കൈക്കകത്ത് ഒരു സ്പിയർ, ഒരു ശക്തിയുള്ള ഒരു സംഗതി എന്തുണ്ടായിരുന്നോ? മോശയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ
അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 14-ാം വാക്യത്തിൻ്റെ അവസാനം, അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് പറഞ്ഞ് മോശെ പേടിച്ചു. അമേൻ അമേൻ. ഫറവോന്റെ വടി കയ്യിലിരുന്നപ്പോൾ മോശ എന്ത് ചെയ്യാൻ തുടങ്ങി? പേടിക്കാൻ തുടങ്ങി. പക്ഷേ അമേൻ, കഷ്ടകാലത്ത് കയറിയ അമേൻ ആ ഇടയവടി മോശയുടെ കയ്യിൽ ഇരുന്ന കാലത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പിന്നെ മരണം വരെ മോശ എന്തെങ്കിലും പേടിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? മോശയുടെ ചരിത്രത്തിലെ ഭയത്തെ ദൈവം എടുത്തു കളഞ്ഞോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈജിപ്തിലെ ഫറവോൻ കൊടുത്ത വടി മോശയെ പേടിപ്പിച്ചെങ്കിൽ, പക്ഷേ ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ പ്രാർത്ഥിച്ചിറങ്ങുന്ന മോശയുടെ കയ്യിലിരിക്കുന്ന ആട്ടിടയ വടിക്കകത്തേക്ക് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് മോശയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ വിക്കിനകത്ത് ദൈവം മഹത്വപ്പെടോ, എന്റെ വടിക്കകത്ത് ദൈവം മഹത്വപ്പെടോ. മോശയുടെ അടുക്ക ചോദിക്കണം, മോശേ നിന്നിൽ ദൈവം എങ്ങനെയാണ് മഹത്വപ്പെട്ടത്? മോശ പറയും, എന്റെ വിക്കിനകത്തും വടിക്കകത്തുമാണ് ദൈവം മഹത്വപ്പെട്ടത്. മോശ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച 2 കാരണമാണ്. എന്ത്? വിക്കും വടിയും. പക്ഷേ വിക്കിനകത്തും വടിക്കകത്തുമാണ് ദൈവം എന്ത് ചെയ്തത്? മഹത്വപ്പെട്ടത്. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ 1-ാമത്തെ രാത്രി ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, ഇതൊന്ന് ഒഴിഞ്ഞു പോയെങ്കിൽ, ഇതൊന്ന് തീർന്നെങ്കിൽ, ഇതൊന്ന് അവസാനിച്ചെങ്കിൽ, ഇതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് നീ വ്യാകുലപ്പെടുന്ന വിഷയത്തിനകത്ത്, നീ നൊമ്പരപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവം മഹത്വപ്പെടുമെന്ന്, അവന്റെ മഹിമ വെളിപ്പെടുമെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ ആത്മാവിൽ അതിനെ ഉൾക്കൊള്ളാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ സഹോദരങ്ങളെ, പിന്നീടുള്ള മോശയുടെ ജീവിതത്തിലെ 7 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ മോശ ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? ഈ വടി കൊണ്ടാണ് മോശ ചെയ്തത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ആമേൻ. വടി സർപ്പമായി മന്ത്രവാദികളുടെ വടിയെ എന്ത് ചെയ്തോ? വിഴുങ്ങിക്കളഞ്ഞോ. മിസ്രൈമിലെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോന്റെ ചുറ്റുമിരിക്കുന്ന അത്ര മന്ത്രവാദികളുടെയും വടിയെ വിഴുങ്ങിക്കളഞ്ഞത് ആരാണെന്നറിയാമോ? മോശയുടെ ഈ പാവപ്പെട്ട വടിയാ. ഇന്ന് രാത്രി നീ അറിയണം, നിന്റെ ഗതികേടിനകത്ത് കയറി വന്ന വടി ചില മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങാൻ ദൈവത്തിന് പ്രയോജനപ്പെടും. നിന്റെ കഷ്ടകാലത്തിൽ കയറി വന്ന ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ മേൽ ഈ കഷ്ടകാലം വന്നില്ലായിരുന്നെങ്കിൽ, നിന്റെ മേൽ ഈ പ്രതികൂലം വന്നില്ലായിരുന്നെങ്കിൽ, നീ എന്നും മന്ത്രവാദിയുടെ വടി കണ്ടുകൊണ്ടിരുന്നേനെ. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ തിരക്കകത്ത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു അഭിഷേകത്തെ കൈമാറുമ്പോൾ മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങുന്ന, ആഭിചാരത്തിന്റെ വടിയെ വിഴുങ്ങുന്ന ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ കഷ്ടതയുടെ വടി മന്ത്രവാദികളെ വിഴുങ്ങിയ വടി എന്ന് പറയും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഒരു കാലം മുഴുവനും മോശ പറഞ്ഞു, എൻ്റെ കഷ്ടകാലത്തിൻ്റെ അടയാളമായി വടി, എൻ്റെ കഷ്ടകാലത്തിൻ്റെ അടയാളമായി വടി. പക്ഷെ ഇപ്പം മോശ വടിയും പിടിച്ചോണ്ട് മിസ്രൈമി കൂടെ പോകുമ്പോൾ വഴിയെ പോകുന്നവർ പറയും, എന്തുകൊണ്ട് ആ വടി വെച്ച ആമേൻ ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അത്ര മന്ത്രവാദികളുടെ വടി വിഴുങ്ങിയത്. ആ മന്ത്രവാദികളുടെ മുഴുവൻ വടി എവിടെ ഇരിപ്പുണ്ട്? ഈ വടിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് പറയുക. ആമേ, മോശയെ കണ്ടാൽ ഏതെങ്കിലും ഒരു മന്ത്രവാദി ആ പഞ്ചായത്തിലുണ്ടെങ്കിൽ അവൻ വടി. കാരണം മോശയുടെ ഈ കഷ്ടതയുടെ വടി മോശ എടുത്ത് നിലത്തിട്ട് കഴിഞ്ഞാൽ മോശ പുറകെ പോകണ്ട. മോശ എന്തോ ചെയ്താൽ മതി? മോശ ഈ വടിയെടുത്ത് താപ്പോട്ടിട്ടാൽ മതി. ഈ വടിയെടുത്ത് മോശ താപ്പോട്ടിട്ട് കഴിഞ്ഞാൽ ഈ വടി അങ്ങോട്ടൊന്ന് എഴയാൻ തുടങ്ങും. ഇത് എഴഞ്ഞ് നേരെ മന്ത്രവാദി എവിടെ നിൽപ്പുണ്ടോ മന്ത്രവാദിയുടെ അടുക്ക ചെല്ലോ. മന്ത്രവാദി ഓടിയാൽ ഈ വടി പുറകെ ചെല്ലോ. പുറകെ ചെന്ന് മന്ത്രവാദിയുടെ കാലെ ചുരുട്ടിക്കെട്ടി പിടിച്ചു നിർത്തി മന്ത്രവാദിയുടെ കയ്യിലിരിക്കുന്ന വടി വിഴുങ്ങിയിട്ട് ആമേൻ ഈ വടി എന്തോ ചെയ്യോ? തിരിച്ച് മോശയുടെ അടുക്കൽ കയറി വരും. എന്നിട്ട് മോശയുടെ അടുക്കൽ വന്നിങ്ങനെ പാവം പോലെ നിൽക്കുമ്പോ മോശ ആ പാമ്പിന്റെ വാലെ കയറി പിടിക്കുമ്പോ ഈ വടി പിന്നെയും എന്തായിത്തീരോ? വടിയായിത്തീരോ. ഇന്ന് രാത്രി നീ അറിയണോ, നിന്റെ കഷ്ടതയുടെ സങ്കടത്തിന്റെ വടിയെന്ന് നീ പേര് വിളിച്ച വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങട്ടെ. ജീസസ്.
ഈ വടി കൊണ്ട് മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങി. അവിടെ നിന്ന് മോശ നേരെ കയറിപ്പോയത്, ഇറങ്ങി വന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നൈൽ നദിയിലേക്ക് ഇറങ്ങി വന്നോ. ഈ വടി കൊണ്ട് നൈലിനെ അടിച്ചു. നൈലിലെ രക്തം ദേവതയുടെ രക്തം. ആമേൻ. ഈജിപ്തിന്റെ പുണ്യ നദി മരിച്ചവളുടെ രക്തം പോലെയായി എന്ന് പറഞ്ഞ മോശയുടെ അടിക്കകത്ത് എന്ത് ചെയ്തോ? ആമേ, ആ നൈൽ നദി മരിച്ചു. നൈൽ നദി ചത്തുവെന്നാണ് അതിന്റെ അർത്ഥം. ആമേ. മോശയുടെ കയ്യിലിരുന്ന ആദ്യത്തെ ആയുധം കൊണ്ട് മോശ ഒരു മിസ്രൈമിനെ അടിച്ചപ്പോ മോശ നാട് വിട്ടുപോയി. പക്ഷെ ഇപ്പൊ മോശ തിരികെ വന്ന ഒരു മിസ്രൈമിനെ അല്ല കൊന്നത്, പകരം മിസ്രൈമിന്റെ അമ്മച്ചിയെ തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? പട്ടണത്തിന് നടുവിൽ മരിച്ചവന്റെ രക്തം പോലെ ഇട്ടോ. ആമേൻ. ഫറവോൻ ഇറങ്ങി വന്നിങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. എന്നിട്ട് ഫറവോൻ അവന്റെ ചേവകന്മാരുടെ അടുക്ക പറഞ്ഞോ, അപ്പുറത്തൊരു ഓലി കുഴിച്ചു നോക്ക്, അമ്മച്ചിക്ക് ചിലപ്പോ എവിടെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിലോ ഒന്ന് നോക്കാമെന്ന്. ഓലി കുഴിച്ചപ്പോ പറഞ്ഞില്ല, അമ്മച്ചി ഫുൾ ഡെഡാണ്. ഓലി കുഴിച്ചിട്ടും ഒരു ജീവന്റെ അംശം കാണാനില്ല, ചത്തവന്റെ രക്തമാണ്. ഇന്നലകളുടെ വേദനകൾക്കകത്ത് നീ കടന്നു പോകുമ്പോൾ കഷ്ടതയുടെ വടി നിന്റെ കയ്യിൽ കയറിക്കൂടിയതിനെ നോക്കി ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പറയുന്നു, ഈ വടി മന്ത്രവാദികളെ കീഴ്പ്പെടുത്തുന്ന വടിയാണ്. ഈ വടി നൈലിനെ നിശബ്ദമാക്കുന്ന വടിയാണ്. തീർന്നില്ല. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ മുൻപോട്ട് പോകാം. ഈ വടി കൊണ്ട് മോശ വെള്ളത്തിന് നേരെ നീട്ടി. ആമേൻ. തവളകൾ കയറി വന്നു. ഈ വടി കൊണ്ട് മോശ ഭൂമിയെ അടിച്ചോ. പേൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങി. ഇത് ഈജിപ്തിന്റെ മേൽ ചെയ്ത 4 ദൈവപ്രവർത്തികൾ. ഈജിപ്തിനകത്ത് മോശ ചെയ്ത 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനെ 4 തലത്തിൽ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോവുകയാണ്. മോശ 1 മന്ത്രവാദികളുടെ വടി വിഴുങ്ങി, 2 നൈലിനെ കൊന്നു, 3 തവളയെ വരുത്തി, 4 പേനിനെ വരുത്തി. ഈ 4 കാര്യങ്ങളെയും മോശ ചെയ്തത് എവിടെ നിന്നാണെന്നറിയാമോ? തന്റെ വടിയെ കൊണ്ട്. അവിടെ നിന്ന് മോശ പുറപ്പെട്ടു പോകുമ്പോൾ തന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ് മിസ്രൈം വിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി അടഞ്ഞ ദിവസത്തിൽ മോശ ഒരു വടിയെടുത്തോ. പക്ഷെ പിന്നീട് 25 ലക്ഷം പുരുഷാരവുമായി മിഗ്ദോലിനും കടലിടുക്കനും മധ്യ പീഹഹിരോത്തിന് സമീപം പാളയമിറങ്ങിയ രാത്രിയുടെ യാമങ്ങൾ ഇരുളിനെ കൊണ്ടുവരുമ്പോൾ മുമ്പിൽ കിടക്കുന്ന നിശ്ചലമായ ചെങ്കടലിന്റെ നേരെ മോശ ഈ വടിയെ നീട്ടുമ്പോൾ ഈ വടി തനിക്ക് വേണ്ടി വാതിൽ തുറന്നു. നിന്റെ വഴിയടഞ്ഞ നാഴികക്കകത്ത് കയ്യിൽ കയറിയ വടി കൊണ്ട് ഇപ്പൊ മോശ എന്ത് ചെയ്യുകയാണ്? വഴി തുറക്കുകയാണ്. വഴി തുറക്കുകയാണ്. തീർന്നില്ല. അവിടെ നിന്ന് മോശ മുമ്പോട്ട് പോയി. പാറയെ മോശ വടി കൊണ്ട് അടിക്കുകയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലിറ്ററൽ ടെസ്റ്റിംഗ് ആണ് മോശ ഇവിടെ നടത്തുന്നത്. ഒന്ന്, മോശ ലിറ്ററൽ ടെസ്റ്റിംഗ്, ഒരു സ്പിരിച്വൽ ടെസ്റ്റിംഗ് നടത്തുകയാണ് വടിയുടെ. മിസ്രൈമിലെ മന്ത്രവാദികളുടെ വടിയും മോശയുടെ വടിയും. ഈ മിസ്രൈമിലെ മന്ത്രവാദികൾ എത്ര പേരവിടെ ഉണ്ടായിരുന്നായിരിക്കും? ഒരു 25 പേരുണ്ടെന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചോ. 25 വടി ഒരുമിച്ച് നിൽക്കുമ്പോൾ മോശയുടെ ഒറ്റ വടി നിൽക്കുന്നു. നടക്കുമോ ഒരു വടിക്ക് 25 പേരെ അടിച്ചു തോപ്പിക്കാൻ? കഴിയുകയില്ല. പക്ഷെ അവിടെ ബലഹീനനായിരിക്കുന്ന മോശയുടെ വടി ബലമേറിയ മന്ത്രവാദികളുടെ 25-നെ, സംഖ്യാശാസ്ത്രത്തിൽ 1:25 തോപ്പിക്കുവോ? പക്ഷേ മോശ തോൽപ്പിച്ചോ. അവിടെ നിന്ന് മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ വന്നപ്പോ ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ, നീ കാണുന്ന തീക്കൽ പാറ കണ്ടോ? ആ പാറയിൽ ഒരുത്തം പൊട്ടിക്കാൻ കഴിയത്തില്ല. ആ പാറ ശക്തിയേറിയതാണ്. അതിന്മേൽ ഒരുത്തം ചെന്ന് വീണ് കഴിഞ്ഞാൽ അവൻ തീർന്നു പോകാം. പക്ഷെ നീ നിന്റെ ആ ബലഹീന വടിയുണ്ടല്ലോ, നിന്റെ കഷ്ടകാലത്തെ വടി, നിന്റെ നൊമ്പരത്തിന്റെ വടി, നിന്റെ വേദനയുടെ വടി, നീ ആ വടിയും എടുത്തുകൊണ്ട് ആ പാറയുടെ അടുക്കൽ പോകണം. എന്നിട്ട് നീ ആ പാറയെ അടിക്കണം. പ്രഭുക്കന്മാർ കാണുക, മോശ വടി എടുത്തുകൊണ്ട് പാറയുടെ അടുക്കൽ പോയി. നാച്ചുറലി, പ്രകൃതിയായി എന്ത് സംഭവിക്കുമെന്നറിയാമോ? മോശ ഈ വടി വെട്ടിയിട്ട് വർഷം കുറയായി. ഉണങ്ങിയ ഈ വടിയെടുത്ത് മോശ പാറയെ ആഞ്ഞടിക്കുമ്പോൾ ഈ വടി പൊട്ടിച്ചതറി. മോശയുടെ കയ്യിലെ വടി അവിടെ ഒടിഞ്ഞു തീരും. പക്ഷെ മോശ വടിയെടുത്ത് പാറയടിക്കുമ്പോ പ്രകൃതിക്ക് വൈരുദ്ധ്യാത്മകമായി ഒരു കാര്യം സംഭവിച്ചോ. ബലഹീനമായ മോശയുടെ വടിയുടെ മുൻപാകെ ബലമേറിയ പാറ പിളർന്നോ. ഇന്ന് രാത്രി നീ അറിയണോ, നിന്റെ ബലഹീനത ശക്തന്മാരുടെ ബലമേറിയ കോട്ടകളെ, നിന്റെ ബലഹീനത
ചില ബലമേറിയ പാറകളെ പൊളിക്കുക. കർത്താവ് മോശയുടെ അടുക്കൽ പറയുക, നിന്റെ ബലഹീനത കൊണ്ട് ഞാൻ ചില ബലമേറിയ കോട്ടകളെ പൊളിക്കുക. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് എന്റെ ചില ബലഹീനതകളെ ദൈവം എന്നിൽ നിന്നും മാറ്റാത്തത് എന്റെ ബലഹീനത കൊണ്ട്, എന്റെ ബലഹീനത കൊണ്ട്, എന്റെ ഇല്ലായ്മ കൊണ്ട് ദൈവം ചില മല്ലന്മാരെ പൊളിച്ചു കളയോ. ജീസസ്. അവിടെ നിന്ന് മോശ മുമ്പോട്ട് പോവുകയാണ്. ഏഴാമത്തെ വടിയുടെ അത്ഭുതം. ഇതിൻ്റെ ഇടയ്ക്ക് മോശയുടെ അടുക്കൽ ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എടാ, നിന്റെ വടിയുടെ മാത്രം പവറല്ല എനിക്ക് കാണിക്കാനുള്ളത്. നിന്റെ ആ വിക്കുവായില്ലേ, ആ വിക്കുവായി കൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പാറയുടെ അടുക്കൽ ചെന്ന് നിന്ന് നീ ആ പാറയോടൊന്ന് സംസാരിക്കണം. അപ്പോൾ എല്ലാവരും പരിഹസിക്കുന്ന നിന്റെ വിക്കുണ്ടല്ലോ, എല്ലാവരും പരിഹസിക്കുന്ന നിന്റെ ആ തടിച്ച നാവുണ്ടല്ലോ, നീ ഗതികേടെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന ആ നാവ്, ആ നാവിൽ കൂടെ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തട്ടെ. ഞാൻ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കട്ടെ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒരു വിക്കനെ കണ്ടാൽ സ്വന്തം അമ്മ പോലും എന്ത് ചെയ്യും? ദൈവമേ, ഇവൻ എങ്ങനെ ജീവിക്കും? കർത്താവേ, ഇവൻ ഒരു ഇന്റർവ്യൂവിന് പാസ്സാവത്തില്ലല്ലോ, ഇവനൊരു നന്മയുടെ വഴി തുറക്കത്തില്ലല്ലോ, ഇവനൊരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കത്തില്ലല്ലോ. ഒരു വിക്കുള്ള കുഞ്ഞുണ്ടെങ്കിൽ ഏത് അപ്പനും അമ്മയായിരുന്നാലും രഹസ്യമായിട്ട്, മോനെ കുഴപ്പമില്ല, ദൈവം സഹായിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അകത്തമ്മയുടെ അകത്തൊരു നീറ്റലുണ്ട്. ദൈവമേ, എൻ്റെ കുഞ്ഞിന് വിക്ക, ഇവന് നാളെ ഒരു വഴി തുറക്കുമോ, ഇവനൊരു അനുഗ്രഹം തുറക്കുമോ? ദൈവം 25 ലക്ഷം പുരുഷാരത്തിന് നടുവേ, ആമേ, അത്രയും പേർക്ക് കുടിക്കാനുള്ള പ്രൊവിഷൻ എവിടെയാ ഓപ്പൺ ചെയ്തതെന്നറിയാമോ? മോശയുടെ വിക്കുവായിക്കകത്ത്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ ബലഹീനതയ്ക്കകത്ത് ദൈവം മഹത്വപ്പെടും. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ആമേൻ. പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. മോശയുടെ വടി ഞാൻ അതിനകത്ത് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം. ഒടുവിലായി അമാലേക്ക് ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കേണ്ട. അവിടെ മോശ വടി സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ, ആമേൻ, അമാലേക്കരുടെ മേലിൽ ദൈവം എന്ത് ചെയ്യുകയാണ്? ജയം നൽകുകയാണ്. കണ്ടോ? മന്ത്രവാദിയെ വിടുങ്ങിയ വഴി, നൈലിനെ കൊന്ന വടി, ആമേൻ, തവളകളെ വരുത്തിയ വടി, പേനിനെ വരുത്തിയ വടി, സ്തോത്ര, ആമേൻ, പാറയെ പൊട്ടിച്ച വടി, ചെങ്കടലിനെ പിളർന്ന വടി. ഇപ്പോൾ മറ്റൊന്നുകൂടെ ചെയ്യുകയാണ്. ഒരു രാജ്യത്തെ, ഒരു സൈന്യത്തെ തോൽപ്പിക്കുകയാണ്. മോശേ, ഈ 7 കൂട്ടം വൻകാര്യങ്ങൾ നീ ചെയ്തത് എന്തൊരു ഉപകരണം വെച്ചാ? മോശ പറയാം, എൻ്റെ കഷ്ടകാലത്തിൽ എൻ്റെ കൂടെ കയറിക്കൂടിയ ഒരു സാധനം ഉണ്ട് കേട്ടോ, ആ വടി. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയാ, എൻ്റെ കഷ്ടകാലങ്ങൾ എനിക്കൊരു നന്മയായി മാറോ? എൻ്റെ ദൈവം എൻ്റെ കഷ്ടതകളിൽ കൂടെ മഹത്വപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്തെഫാനോസിനെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ആരംഭം നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനുമായി ജനത്തിൻ്റെ ഇടയിൽ എന്തോ ചെയ്തു എന്നാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അതാണ് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്. കൃപയും ശക്തിയും നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പക്ഷേ അന്നേരമൊക്കെ ഈ മനുഷ്യൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെങ്കിലും ഇദ്ദേഹത്തെ കണ്ട എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ നിന്ന് അത്ഭുത അടയാളം ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. 8-ാം അധ്യായത്തിൽ കൃപയും ശക്തിയും നിറഞ്ഞ മനുഷ്യൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. എന്നാൽ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജനവും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇപ്പോൾ സ്തെഫാനോസിന് നേരെ ഇളകി. അടുത്തത് അവൻ്റെ നേരെ ചെന്നു. അടുത്തത് അവനെ പിടിച്ചു. അടുത്തത് അവനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. അടുത്തത് അവന് നേരെ 13-ാം വാക്യത്തിൽ കള്ളസാക്ഷികളെ നിർത്തി. ജീവിതത്തിൽ കൃപയും ശക്തിയും ഉണ്ടായിരുന്നപ്പോൾ അത്ഭുത അടയാളം നടന്നു. പക്ഷേ ജനമിളകി പിടിക്കപ്പെട്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് കഷ്ടം ജീവിതത്തിൻ്റെ നേരെ വന്നപ്പോൾ 15-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാം അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. സ്തെഫാനോസ്, ഞാൻ കേട്ടല്ലോ നിന്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ഇരിക്കുകയാണെന്ന്. നീ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നോ? നീ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴായിരുന്നോ? നീ പ്രസംഗിച്ചപ്പോഴാണോ?
നീ വർഷിപ്പ് ചെയ്തപ്പോഴാണോ? നീ പ്രവചിച്ചപ്പോഴാണോ? നീ രോഗികളെ സൗഖ്യമാക്കിയപ്പോഴാണോ? അല്ല. നിനക്കെതിരെ ജനം എഴുന്നേറ്റ് നിന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി നിനക്കെതിരെ കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ച് നീ അറിയാത്ത കാര്യങ്ങൾ നിനക്കെതിരെ പറഞ്ഞു വരത്തി നിന്നെ തകർക്കാൻ ഒരു സമൂഹം മുഴുവനും നിന്നപ്പോൾ നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തേജസ്കരിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം പറയാം. കൃപയും ശക്തിയും ലഭിക്കുന്നതിനെക്കാട്ടിലും മഹത്വം വെളിപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ കനലുകൾക്കകത്താണ്. Why Lord these sufferings? പ്രാർത്ഥിച്ചിട്ടും എന്താ കാര്യങ്ങൾ തിരിയാത്തത്? കാരണം നീ ചിന്തിക്കുന്നത് കേവലം ഒരു വിടുതല ദൈവ പൈതലേ. പക്ഷെ ദൈവം വിടുവിക്കാൻ വേണ്ടി മാത്രമല്ല നിന്നെ ഈ കഷ്ടതയ്ക്കകത്ത് കൊണ്ടുവന്നത്. ദൈവത്തിന് എന്തൊക്കെയോ ചിലത് സ്വപ്ന തുല്യമായത് ചിലത് നിന്നിൽ കൂടെ ചെയ്യാനുണ്ട്. കാരാഗ്രഹം തുറക്കാൻ വേണ്ടി മാത്രമല്ല നിന്നെ കാരാഗ്രഹത്തിലാക്കിയത്. നിന്റെ അകത്ത് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി കേവലം പ്രതിസന്ധികൾക്കകത്തു നിന്നൊരു വിടുതലിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ദൈവം അത് തരും. പക്ഷെ നമ്മുടെ പ്രതിസന്ധിക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നതിൻ്റെ പർപ്പസ്, അതിൻ്റെ ആ മൂല്യം നമുക്ക് ഇല്ലാതെ പോകും. ഒരു ഉദ്ദേശമില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത അനുവദിക്കുമോ? ഒരിക്കലുമില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയുകയാണ്, കഷ്ടതയുടെ വിടുതലിനെക്കാട്ടിലും ദൈവമേ, കഷ്ടതയ്ക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ, ദൈവം എന്താണോ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്, ആ കാര്യം എന്നിൽ നടക്കട്ടെ. അത് നടക്കാതെ എനിക്ക് പുറത്തു വരണ്ട. കഷ്ടതയിൽ നിന്ന് വിടുതൽ കിട്ടിയോ? വിടുതൽ കിട്ടി, എന്തോ പ്രയോജനം ഉണ്ടായി? ഓ, വിടുതൽ കിട്ടിയതേ വലിയ കാര്യമോ പാസ്റ്ററെ? നോ നോ, അങ്ങനെ ഒരു വിടുതലിന് വേണ്ടി അല്ലെന്നേ നിന്റെ ജീവിതത്തിലാണ് നിന്ന വന്നത്. അങ്ങനെ ഒരു വിടുതലിന് വേണ്ടി അല്ലെന്നേ നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നത്. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പുറത്തു വരണം. യേശു കർത്താവ്, ഞാൻ അതിനൊന്ന് തൊട്ടിട്ട് പ്രധാന വിഷയത്തിലേക്ക് പോവുക. യേശു കർത്താവ് കാനായിലെ കല്യാണ വീട്ടിൽ ചെന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എവിടെയാ വീഞ്ഞ് കുറഞ്ഞത്? എവിടെയാ വീഞ്ഞ് കുറഞ്ഞത്? വിരുന്നുശാലയ്ക്കകത്ത് അല്ലെങ്കിൽ കലവറയ്ക്കകത്ത്. വീഞ്ഞ് എവിടെയാ നിറയ്ക്കേണ്ടിയത്? കലവറയ്ക്കകത്ത്. വീഞ്ഞ് നിറയ്ക്കേണ്ടത് എവിടെ? വീഞ്ഞു ഭരണിക്കകത്ത്. പക്ഷെ കർത്താവ് വീഞ്ഞു ഭരണിക്കകത്ത് പോയോ? കലവറയ്ക്കകത്ത് പോയോ? യേശു കാനാവിലെ വീട്ടുവാതിൽക്കലേക്ക് വന്നു. അകം പൊട്ടിയ ഒരു 6 കൽപാത്രങ്ങളെ കണ്ടു. അകം പൊട്ടിയ കൽപാത്രം. കൽപാത്രം എങ്ങനെ ഉണ്ടാകുന്നതെന്നറിയാമോ? കുശവനെ പോലെ ഇങ്ങനെ അകത്തും പുറത്തും. കുശവൻ പാത്രം കഴിക്കുമ്പോൾ അകത്തും പുറത്തും എന്തോ ചെയ്യുന്നത്? തന്റെ കൈ വെക്കും. അകത്തും പുറത്തും കൈവച്ചാണ് കുശവൻ എന്ത് ചെയ്യുന്നത്? പാത്രം ഉണ്ടാക്കുന്നത്. മൺപാത്രം അകത്തും പുറത്തും കുശവന്റെ കൈ വീഴും. പക്ഷേ കൽപാത്രത്തിൽ അകത്തും പുറത്തും കല്ലാശാരിയുടെ കൈയല്ല വീഴുന്നത്. പകരം കല്ലാശാരിയുടെ കയ്യിലുള്ളതായിട്ടുള്ള ഉളിയുണ്ട്. ആ ഉളി കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എത്ര അടി കിട്ടുമോ അത്രത്തോളം കൽപാത്രം വലുതാകും. എത്ര കൽപാത്രമുണ്ടോ അത്രത്തോളം കൽപാത്രം വലുതാകും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഈ അത്യാവശ്യം കൊച്ചുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ലേ? അതിൻ്റെ നടു എങ്ങനെയാ വലുതായി തീർന്നത്? ഗ്രൈൻഡ് ചെയ്ത് അതിനകത്തിരുന്ന കല്ലിനെ പുറത്തിറക്കിയപ്പോൾ. ഇന്നിത് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ പണ്ട് കൽപാത്രം ഗ്രൈൻഡ് ചെയ്തല്ല എടുക്കുന്നത്, ഉളി വെച്ച് അടിക്കും. കർത്താവ് പറഞ്ഞു, മുറിവേറ്റവന്റെ അകത്താ ഞാന്, ഉളിപ്പാടുള്ളവന്റെ അകത്താ ഞാൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. കാനായിൽ നിങ്ങൾ ചെന്നിട്ട് ചോദിക്കണം, യേശു എവിടെയാ മഹത്വം വെളിപ്പെടുത്തിയത്? അവർ പറയും, വാ വാ വാ, ആ കൽപാത്രം കണ്ടോ? അകം മൊത്തം പൊട്ടി 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 ഉളി വെച്ച് ആട്ടിച്ച് പറിച്ച്
ഉളി വെച്ച് ചുറ്റിക വെച്ച് ആഞ്ഞാഞ്ഞടിച്ച് പൊട്ടിച്ചെടുത്ത്. എൻ്റെ സഹോദരങ്ങളെ, ഉളി വെച്ച് കല്ലടിച്ച് പൊട്ടിച്ചാൽ അവസാനം എന്തോ സംഭവിക്കുമെന്നറിയാമോ? അതിനകത്തൊന്ന് കൈ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? കൈ മുറിയും. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. കുറേയേറെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം ഒത്തിരി പരുക്കനാകും. പെട്ടെന്ന് നമ്മൾ വൂണ്ടഡാകും. മറ്റുള്ളവരെ നമ്മളും എന്ത് ചെയ്യാൻ തുടങ്ങും? ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ കൽപ്പാത്രത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉളി വെച്ച് പൊട്ടിച്ചതിനനന്തരം വേറെ ഒരു ആയുധം വെച്ച് ഇതിനെ മുഴുവനും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ ഒരയ്ക്കാൻ തുടങ്ങി. കൂർത്ത ഉളി കൊണ്ട് ചുറ്റിക വെച്ച് ആഞ്ഞാഞ്ഞടിച്ച് പൊട്ടിച്ചനന്തരം എല്ലാം കഴിഞ്ഞെന്ന് ചിന്തിച്ചപ്പം വേറൊരു സാധനം കൊണ്ടുവന്ന് അകം മൊത്തം ഒരച്ചില്ലേ? Why Lord all these sufferings only for me? കർത്താവ് പറഞ്ഞു, നിന്റെ അകത്തല്ലേ എൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളത്. ഞാനൊരു 5 വാക്യം പറയാം. 5 വാക്യം വേഗത്തിലൊന്ന് ഡിസ്പ്ലേ ചെയ്ത് തരണം. ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കാം. പുറപ്പാട് പുസ്തകം 25:10. പുറപ്പാട് പുസ്തകം 25:10. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. പോകട്ടെ, 25:23. ഖദിരമരം കൊണ്ട് ഒരു മേശയുണ്ടാക്കണം. 27:1. ഖദിരമരം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം. 30-ാം അധ്യായം 1-ാം വാക്യം, ഖദിരമരം കൊണ്ട് ഒരു ധൂപപീഠം ഉണ്ടാക്കണം. വീണ്ടും 26:15 കടന്നു വന്നിട്ട് 26:15 തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന 48 പലകകൾ ഉണ്ടാക്കണം. ആലയത്തിൻ്റെ പെട്ടകം, ആലയത്തിലെ കാഴ്ചയപ്പത്തിൻ്റെ മേശ, ആലയത്തിലെ ധൂപപീഠം, ആലയത്തിലെ യാഗപീഠം, ആലയത്തിൻ്റെ 48 നിവരെ നിൽക്കുന്ന പലകകൾ. അതിൽ ഒരു പലകയ്ക്ക് 15 അടി ഉയരം കാണും, 2.5 അടി വീതി കാണും. ഇത് മുഴുവനും എന്തുകൊണ്ടാണ് ചെയ്തതെന്നറിയാമോ? ഖദിരമരം കൊണ്ട്. യഹോവയുടെ മഹത്വം എവിടെയാ വെളിപ്പെട്ടത്? ഖദിരമരത്തിനകത്ത്. ഖദിരമരം കൊണ്ടുള്ള ആ ആലയത്തിനകത്ത്, ഖദിരമരം കൊണ്ടുള്ള പെട്ടകത്തിനകത്ത്, ഖദിരമരം കൊണ്ടുള്ള മേശയ്ക്കകത്താണ് ദൈവം എന്ത് ചെയ്തത്? തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഷിത്തീം വുഡ്, അക്കേഷ്യ, ഈ ഖദിരമരം എവിടെയാണ് വളരുന്നതെന്നറിയാമോ? ഈ ഖദിരമരം എവിടെയാണ് വളരുന്നത്? ഏതാണ്ട് 16 അടി തുടങ്ങി 60 അടി വരെ ഉയരം വരും ഈ ഖദിരമരത്തിന്. ഈ ഖദിരമരം എവിടെയാണ് വളരുന്നതെന്നറിയാമോ? മരുഭൂമിക്കകത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത്. ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇസ്രായേലിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ശിത്തീം മരങ്ങൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ? സീനായ് മരുഭൂമിയിലാണ്. ഏത് മരുഭൂമിയിൽ? സീനായ് മരുഭൂമിയിൽ വെച്ച് ദൈവം ആലയത്തിനുള്ള ആലോചന കൊടുക്കുമ്പോൾ ആലയം പണിയാനുള്ള തടിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോട്ടെ, അതല്ല എൻ്റെ വിഷയം. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തിടത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ശിത്തീം തടി, ഖദിരമരം വളരുന്നത്. ഖദിരമരം പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എല്ലാവരും നദികൾക്കരികെ വളരുമ്പോൾ, എല്ലാവരും നീർത്തോടുകൾക്കരികെ വളരുമ്പോൾ, എല്ലാവരും നനവുള്ള തോട്ടത്തിൽ വളരുമ്പോൾ, എന്നെ മാത്രം എന്തിനാ ഈ മരുഭൂമിയിൽ കൊണ്ട് നടുന്നത്? ദൈവം ഖദിരമരത്തിൻ്റെ അടുക്ക് പറഞ്ഞു, എൻ്റെ മഹത്വം ഇറങ്ങുന്നതേ നിന്റെ അകത്ത. എൻ്റെ പെട്ടകം പണിയുന്നതേ നിന്നെ കൊണ്ടാ. എൻ്റെ കാഴ്ചയപ്പം വെക്കുന്നതേ നിന്നില. എൻ്റെ ധൂപവർഗം ഇടുന്നതേ നിന്നില. എൻ്റെ യാഗപീഠം പണിയുന്നതേ നിന്നില. എൻ്റെ ആലയത്തിന് നിവരെ നിൽക്കുന്ന 48 പലകകളുള്ളതേ നിന്നില. ദൈവാലയത്തിലെ 5 ഉപകരണങ്ങൾ, പുതിയ നിയമ ദൈവസഭയുടെ 5 ശുശ്രൂഷകൾ, അത് ദൈവം 5 എന്തുകൊണ്ടാ ചെയ്തതെന്നറിയാമോ? ഖദിരമരം കൊണ്ട്. ഖദിരമരം എവിടെ വളരുന്നത്? മരുഭൂമിയിൽ. ഖദിരമരത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം, ഷിത്തീം വുഡ്. ഖദിരമരത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നറിയാമോ? ഒരു കൊടയുടെ ഷേപ്പാണ്.
അംബ്രല ഷേപ്ഡ് ട്രീ. കതിരമരത്തിന് ഇന്ന് വരെ ആരെങ്കിലും തണൽ കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും കതിരമരത്തിന് തണൽ കൊടുത്തിട്ടുണ്ടോ? ആരും കതിരമരത്തിന് തണൽ കൊടുത്തില്ല. പക്ഷെ കതിരമരം വളർന്നു കഴിഞ്ഞപ്പം തുടങ്ങി, കതിരമരം നിന്നാൽ തന്നെ എന്തോ ആണെന്നറിയാമോ? ഒരംബ്രല. നിന്നെ ഒരു തണലും ഇല്ലാത്തിടത്തൂടെ ദൈവം വളർത്തിയത് എന്തിനാണെന്നറിയാവോ? നീ അനേകർക്കൊരു തണലാകാൻ. കതിരമരം, ദൈവം ഈ കതിരമരത്തെ ദൈവാലയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കതിരമരം മുഴുവനും എന്താണെന്നറിയാവോ? മുള്ളുകളാ. കതിരമരം മുഴുവനും മുള്ളുകളാ. ഈ മുള്ള് കതിരമരത്തിൽ ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? മരുഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ വന്ന് ഇതിനെ ആക്രമിക്കും. പക്ഷെ കതിരമരത്തെ വന്നിട്ട് ഒരു വശവും പുറഞ്ചൊറിയത്തില്ല. കതിരമരത്തെ വന്നിട്ടേ ഒരു മാടും പുറഞ്ചൊറിഞ്ഞിട്ട് പോകത്തില്ല. ചൊറിഞ്ഞാൽ ഇന്ന് രാത്രി നീ അറിയണം, നിന്റെ പലയിടങ്ങളിലും നീ വിരൂപത എന്ന് കരുതുന്ന വിഷയം അത് നിന്റെ സംരക്ഷണം. ഈ കതിരമരത്ത് ഈ ടെർമൈറ്റ്, നമ്മളൊക്കെ ഇപ്പം തടി മേടിച്ചിട്ട് ടെർമൈറ്റ് പ്രൂഫ് ചെയ്യും. പക്ഷെ കതിരമരത്തിന് ജനറ്റിക്കലി അതിനകത്ത് ചില ഓയിലുകളുണ്ട്. അത് ജന്മന ടെർമൈറ്റ് പ്രൂഫ് എന്നാ പറയുന്നത്. ഇനിയും മരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ മരങ്ങളിൽ ഒന്നാണ് ഏതെന്നറിയാവും? ഈ ഷിത്തീം വുഡ്, കതിരമരം. ഞാൻ സമയം ചുരുക്കം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് തടികളിലൊന്ന് ഏതാണെന്നറിയാമോ? ഈ ഷിത്തീം വുഡ. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ വളർന്നു വന്നു. പക്ഷെ ഇവനിപ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റാ. ഈ ലേവ്യർക്ക് ഇത് തോളത്ത് വെച്ച് പൊക്കിക്കൊണ്ട് പോകണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 2.5 അടി നീളമുള്ള 15 അടി ഉയരമുള്ള ഈ പലക 48 പൊക്കിക്കൊണ്ട് പോകണ്ടേ? പെട്ടകം തോളത്തല്ലേ വെക്കേണ്ടത്? ഇത് ആര് ചുമ്മിക്കൊണ്ട് പോകും? ദൈവം അതിനെ ലൈറ്റ് വെയിറ്റ് ആക്കി. ഇന്ന് രാത്രി നീ അറിയണം കുഞ്ഞെ, ദൈവമഹത്വം ഇറങ്ങിയത് കതിരമരത്തില, ഷിത്തീം വുഡില. ആ പുറമെ മനുഷ്യൻ പുറമെ മൃഗം ആക്രമിക്കാതെ അതിനെ മുള്ളുകൊണ്ട് പൊതിഞ്ഞ ദൈവം അകമേ അതിനകത്തൊരു പുഴുവും കയറാതെ വണ്ണം അതിനകത്ത് ഓയിലിനെ ദൈവം നൽകി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പുറമെ പല വൈകൃതങ്ങളും ദൈവം നിന്റെ ജീവിതത്തിൽ നൽകി നിന്നെ സംരക്ഷിക്കുന്നുവെന്നുള്ളതിനെക്കാട്ടിലും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഒരു ശത്രുവിനും തൊടാത്തൊരു ഓയിൽ കൊണ്ട് നിന്നെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒരു അനോയിന്റിങ് കൊണ്ട് നിന്നെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒറ്റക്കാര്യം ഞാൻ പറയാം. കതിരമരം വെള്ളമില്ലാത്തിടത്താണ് നട്ടത്. കാരണം ഇതിൻ്റെ തടിക്കകത്ത് മൊത്തം വെള്ളമല്ല വേണ്ടത്, ഇതിൻ്റെ തടിക്കകത്ത് മൊത്തം ഓയിലാ വേണ്ടത്. ഇപ്പം മനസ്സിലായോ എന്തിനാ ദൈവം എൻ്റെ നീർത്തോടുകൾ കരികെ നടാതിരുന്നതെന്ന്? നിന്റെ അകത്ത് വെള്ളമല്ല, നിന്റെ അകത്ത് ഓയിലാ വരേണ്ടത്, നിന്റെ അകത്ത് അനോയിന്റിങ്ങാ വേണ്ടത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചട്ടെ.